ആദ്യമായി ഇത്തരമൊരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച ഈ കോളേജ് മാനേജ്മെൻറ്റിന് ആദ്യമായി നന്ദി രേഖപ്പെടുത്തട്ടെ. പ്രബന്ധം അവതരിപ്പിക്കുന്നതിനായി ഞാൻ നിർദ്ദേശിച്ച വിഷയം ഇന്ത്യയുടെ ശാസ്ത്ര പാരമ്പര്യം, ചരിത്രത്തിൻ്റെ രാഷ്ട്രീയം എന്ന വിഷയമാണ് അവതരിപ്പിക്കുന്നതിനായി ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ മഹത്തായ ശാസ്ത്ര പാരമ്പര്യത്തെപ്പറ്റി പേർത്തും നാം ആവർത്തിക്കാറുണ്ട്. അത് ഹാരപ്പൻ സംസ്കാരത്തിലേക്കോ വേദകാലത്തിലേക്കോ വേദാനന്തര കാലത്തിലേക്കോ ഒക്കെ നീങ്ങിപ്പോവുകയും ആര്യഭട്ടൻ്റെയോ ഭാസ്കരാചാര്യരെയോ ബ്രഹ്മഗുപ്തനെയോ വരാഹമിഹിരനെയോ ഒക്കെ ഉദ്ധരിച്ച് ഇന്ത്യ മഹത്തായ ശാസ്ത്ര പാരമ്പര്യമുള്ള ഒരു ദേശമായിരുന്നുവെന്നും യൂറോപ്യൻ മൂല്യങ്ങൾ പിൽക്കാലത്ത് ശാസ്ത്രരംഗത്ത് കടന്നു വന്നതാണെന്നും ഈ ശാസ്ത്രത്തിൻ്റെ മുഴുവൻ കേന്ദ്രം ഇന്ത്യയാണ് എന്നുമുള്ള വാദങ്ങൾ നിരന്തരം ആവർത്തിക്കപ്പെടുന്ന ഒന്നാണ്. ഇത് വസ്തുതാപരമായി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. ദ ക്രസ്റ്റ് ഓഫ് ദ പീക്കോക്ക്, മയൂരശിഖ എന്ന് പറയുന്ന പുസ്തകത്തിൽ ജോർജ് ഗീവർഗീസ് ജോസഫ് അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന് വായിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഭാരതീയ ഗണിതത്തിൻ്റെ പ്രാചീനതയെക്കുറിച്ച് ചിലർ അമിതമായ അവകാശവാദങ്ങൾ ഉന്നയിക്കാറുണ്ട്. അതേ ആവേശത്തോടെ ഇതിന് ഘടകവിരുദ്ധമായി AD 500 മുമ്പ് ഭാരതത്തിൽ യഥാർത്ഥമായ ഗണിതമെന്നൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വാദിക്കുന്നവരുമുണ്ട്. ആദ്യത്തെ കൂട്ടരുടെ ലക്ഷ്യം ഭാരതത്തിലെ ഗണിതപരമായ നേട്ടങ്ങളുടെ അപ്രതിമത സ്ഥാപിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം നിലനിന്നിരുന്നെങ്കിൽ തന്നെ അത് ഭാരതം മറ്റു രാജ്യങ്ങളിൽ ചെലുത്തിയ ഏകദിശീയമായ സ്വാധീനമാണെന്നും ആദ്യത്തെ കൂട്ടർ വാദിക്കും. രണ്ടാമത്തെ കൂട്ടർ ലക്ഷ്യം വ്യാമിശ്രമാണ്. ചിലർ കൈക്കൊള്ളുന്ന യൂറോപ്പ് കേന്ദ്രിത അഥവാ ഗ്രീക്ക് കേന്ദ്രികത കാരണം പ്രാചീന ഭാരതത്തിൽ സ്വതന്ത്രമായി ഗണിതം വികസിച്ചു എന്ന് കേൾക്കുന്നത് പോലും അവർക്ക് താങ്ങാനാവുന്ന ഒന്നല്ല. ഗണിത വികസനത്തിനുള്ള സാധ്യത വിരളമായിരുന്നു എന്ന് പറഞ്ഞാലും അവർക്കത് ദഹിക്കുകയില്ല. ഗണിതം ഇല്ല എന്നതാണ് അവരുടെ നിലപാട്. അപ്പോൾ വർത്തമാനകാല സാഹചര്യത്തിലും ഇങ്ങനെ രണ്ട് കൂട്ടരെ കാണാം. ഒന്ന്, ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളുടെയും കേന്ദ്രമായിരുന്നു എന്നൊരു വാദവും, ഈ ഇന്ത്യയിൽ നിന്നും ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ ഇതര ദേശങ്ങളിലേക്ക് പ്രവഹിക്കുകയായിരുന്നു എന്ന് പറയുന്ന ഒരു വാദക്കാരും, മറുപക്ഷത്ത് ഇന്ത്യ ഒരു കണ്ടുപിടുത്തമേ നടത്തിയിട്ടില്ല എന്ന് പറയുന്ന മറ്റൊരു വാദഗതിയും നിലനിൽക്കുന്നുണ്ട്. ഇതിന് പുറമേ ഉള്ളൊരു മറ്റൊരു വാദഗതിയാണ് വേദങ്ങളിൽ നിന്നോ പുരാണങ്ങളിൽ നിന്നോ ഇതിഹാസങ്ങളിൽ നിന്നോ ചില ഏടുകൾ കണ്ടെടുക്കുകയും പ്ലാസ്റ്റിക് സർജറി ഉണ്ടായിരുന്നു, ഗണപതിയുടെ തല ചേർത്ത് വെച്ചത് പ്ലാസ്റ്റിക് സർജറിയാണ്, കൗരവരുണ്ടായത് ടെസ്റ്റ് ട്യൂബ് ശിശുക്കളുടെ രൂപത്തിലാണ്, ഭാരതത്തിൽ വിമാനമുണ്ടായിരുന്നു, ഇങ്ങനെ ഉള്ള നിരവധി വാദഗതികൾ ഉന്നയിക്കുകയും യൂറോപ്യന്മാരോ അല്ലെങ്കിൽ ആധുനിക കാലത്ത് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച എല്ലാ കാര്യങ്ങളും പണ്ടേ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊരു വാദഗതിയാണ് ഇത്തരക്കാർ മുന്നോട്ട് വെക്കുന്നത് സാധാരണയായി. അപ്പോൾ ഈ ഗ്രന്ഥങ്ങളെല്ലാം സംസ്കൃതത്തിലാണ് എഴുതിയെന്നുള്ള കാര്യം ആദ്യമേ നാം പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളെ സംബന്ധിച്ചുള്ള ഗ്രന്ഥങ്ങൾ, ഇന്ത്യയിലെ ഗ്രന്ഥങ്ങൾ. പിൽക്കാലത്ത് മധ്യകാലഘട്ടത്തിൻ്റെ അവസാനം മലയാള ഭാഷയിൽ ജ്യേഷ്ഠദേവൻ്റെ യുക്തിഭാഷ പോലെയുള്ള ഗ്രന്ഥങ്ങൾ മലയാളത്തിൽ പിൽക്കാലത്ത് രചിക്കപ്പെടുന്നുണ്ട്. എന്നിരിക്കെ തന്നെ ഈ കണ്ടുപിടുത്തങ്ങളുടെ എല്ലാം പ്രധാന ഭാഷ സംസ്കൃതമായിരുന്നു എന്നുള്ള കാര്യം പ്രധാനമായി നാം കാണേണ്ടതുണ്ട്. ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം പൊതുവെ പരിശോധിക്കാതെ ഇരിക്കുകയും ഈ ശാസ്ത്ര പാരമ്പര്യം, ഈ മഹനീയമായ പാരമ്പര്യം ഇന്ത്യ മുഴുവൻ വ്യാപിക്കുകയും ഇന്ത്യയിലെ ജനങ്ങളെ ഉത്സാഹഭരിതരാക്കുകയും ചെയ്തിരുന്നു എന്നതിലേക്കും ഈ വാദഗതി എത്താറുണ്ട്. പൊതുവെ നാം നോക്കിയാൽ ആര്യഭടീയമോ ബ്രഹ്മഗുപ്തൻ്റെ ബ്രഹ്മസ്ഫുട സിദ്ധാന്തമോ ഭാസ്കരാചാര്യരുടെ ഗ്രന്ഥമോ ഒക്കെ പരിശോധിച്ചാൽ
ഇവിടെ എല്ലാ കണ്ടുപിടുത്തങ്ങളും ഉണ്ടായിരുന്നു എന്നൊരു നിഗമനത്തിലേക്ക് നാം എത്തിച്ചേരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്നാൽ കാര്യം ആ നിലയ്ക്കായിരുന്നില്ല എന്ന് ഈ ഗ്രന്ഥങ്ങളുടെ സൂക്ഷ്മ പഠനം വ്യക്തമാക്കുന്നുണ്ട്. ആര്യഭടൻ ഭൂമി ഗോളമാണെന്നുള്ള ചില ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ ഗ്രഹണത്തെപ്പറ്റി ഗോളങ്ങൾ സ്വയം പ്രകാശിക്കുകയാണെന്നുള്ള നിരീക്ഷണം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്നതിനെ പറ്റി ഭാസ്കരാചാര്യർ ചില ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതൊക്കെ ഇരിക്കെ തന്നെ ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്നാണ് ആര്യഭടൻ കരുതിയിരുന്നത്. ഇങ്ങനെ നമ്മൾ വിമർശനാത്മകമായി ഈ ഗ്രന്ഥങ്ങളെ പരിശോധിക്കുന്നതിൽ നിന്നും ഘടകവിരുദ്ധമായി ഈ ഗ്രന്ഥങ്ങളിൽ മുഴുവൻ ശാസ്ത്രവിജ്ഞാനത്തിൻ്റെ ഭണ്ഡാകാരമാണ് എന്ന് വരുത്തി തീർക്കുന്നത് ആധുനിക സമൂഹത്തിന് തീർത്തും വിരുദ്ധമായ ഒരു കാര്യമാണ്. ആധുനിക ശാസ്ത്രം കൊണ്ടുവന്ന ഈ ഗ്രന്ഥങ്ങളിൽ പലതും ഉണ്ടായിരിക്കെ തന്നെ ആധുനിക ശാസ്ത്രം കൊണ്ടുവന്ന കണ്ടുപിടുത്തത്തിൻ്റെ വെളിച്ചത്തിലാണ് എല്ലാ സുഖസൗകര്യങ്ങളും എല്ലാം നാം അനുഭവിച്ച് പോരുന്നത്. ഇത് ഓറിയൻ്റലിസ്റ്റ് വ്യവഹാരം കടന്നു വന്നതോടുകൂടി ഇന്ത്യയിൽ പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കുക എന്നുള്ളത് ഒരു പ്രധാന അജണ്ടയായി മാറിയിട്ടുണ്ടായിരുന്നു. മാക്സ് മുള്ളറെ പോലെയുള്ളവർ ഇന്ത്യ ആധ്യാത്മികതയുടെ നാടാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു രംഗം നിലനിൽക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഇന്ത്യ എല്ലാ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെയും വിഹാര രംഗമായിരുന്നു എന്ന മറ്റൊരു വാദഗതിയും. ഇതൊരു വേള ജോർജ് ഗീവർഗീസ് ജോസഫിനെ പോലെയുള്ളവർ ചെയ്തത് യൂറോപ്യേതരമായ ചില മൂല്യങ്ങൾ, ശാസ്ത്ര മൂല്യങ്ങൾ കണ്ടെടുക്കാനുള്ള ചില ശ്രമങ്ങളാണ് ദ ക്രസ്റ്റ് ഓഫ് ദ പീക്കോക്ക് പോലെയുള്ള പുസ്തകങ്ങളിലൂടെ അവർ മുന്നോട്ട് വെച്ചത്. ഇത് ഒരു വേള ഇന്ത്യയിൽ ശാസ്ത്ര വിജ്ഞാനത്തിൻ്റെ കേന്ദ്രം ഇന്ത്യയാണെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അവിടെ സംഭവിക്കാവുന്ന വലിയൊരു അപകടം, നമ്മൾ ബാബിലോണിയൻ സംസ്കാരമോ ചൈനയിലുണ്ടായ ഗണിതശാസ്ത്ര ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഇവിടെ കണ്ടുപിടുത്തങ്ങൾ നടക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ കലണ്ടറിനെ സംബന്ധിച്ചുള്ള വിഷയമായാലും നക്ഷത്രങ്ങളെ സംബന്ധിച്ചുള്ള കണ്ടുപിടുത്തങ്ങളെ സംബന്ധിച്ചായാലും ഗണിത സംബന്ധമായ ആശയങ്ങളെ പറ്റിയായാലും ബാബിലോണിയയിലും ഭാസ്കരാചാര്യരോ ശ്രീധരനെയോ പോലെയുള്ള ഗണിത ശാസ്ത്രജ്ഞന്മാരോ ജ്യോതിശാസ്ത്രജ്ഞന്മാരോ ഒക്കെ ചില കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിന് മുമ്പ് തന്നെ ചൈനയിലെ പല ഗ്രന്ഥങ്ങളിലും ഇവിടുത്തെ പോലെ തന്നെ ചില ആശയങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഏകശിലാത്മകമായി ഇന്ത്യ ആയിരുന്നു ശാസ്ത്രത്തിൻ്റെ കേന്ദ്രമെന്ന്. ഉദാഹരണത്തിന് ആചാര്യ എം ആർ രാജേഷിൻ്റെ ഒരു പുസ്തകമുണ്ട്, വേദങ്ങളിലെ ശാസ്ത്രദീപ്തി എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ പങ്കുവെക്കണമെന്നാണ് ഞാൻ കരുതുന്നത്. ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രമേ ഞാൻ പങ്കുവെക്കുന്നുള്ളൂ, മുഴുവൻ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ പുസ്തകം സമഗ്രമായി പരിശോധിക്കേണ്ട ഒന്നാണ്. അപ്പോൾ ഈ പുസ്തകത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ, ഒന്ന്, വേദങ്ങളിൽ തോക്കിനെ പറ്റി പരാമർശമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. തോക്കിനെ പറ്റി സീസം എന്ന വാക്കിനെ വ്യാഖ്യാനിച്ചുകൊണ്ട്, സീസം എന്നുള്ളതിന് ഈയം ഈയം കൊണ്ട് നിർമ്മിച്ച എന്ന് മാത്രമേ അർത്ഥമുള്ളൂ എന്നിരിക്കെ സീസം എന്നത് തോക്കിനെ പറ്റിയുള്ള പരാമർശമാണ് എന്നുള്ളൊരു കാര്യവും, മറ്റൊരു കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നത് മഹർഷി ദയാനന്ദ സരസ്വതി ആചാര്യ എം ആർ രാജേഷിനേക്കാളും വളരെ മുമ്പ് തന്നെ ഇന്ത്യയിൽ എല്ലാ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും ഉണ്ടായിരുന്നു എന്ന് സത്യാർത്ഥപ്രകാശം മുതലായ ഗ്രന്ഥങ്ങൾ എഴുതിയ ദയാനന്ദ സരസ്വതി മുതലായവർ ശ്രമിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം വാദിച്ചത് പീരങ്കി തന്നെ ഇന്ത്യക്കാർ കണ്ടുപിടിച്ചു എന്നാണ്. പീരങ്കി ഇന്ത്യക്കാർ കണ്ടുപിടിച്ചിരുന്നു, പീരങ്കിയെ ശതഘ്നി എന്നാണ് പറയുന്നത്, അതിൻ്റെ ഉപയോഗം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നൊരു വാദഗതി ദയാനന്ദ സരസ്വതി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ വാദത്തെ ആചാര്യ എം ആർ രാജേഷ് തൻ്റെ പുസ്തകത്തിൽ കോട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം, വിമാനം, കപ്പൽ, കമ്പിത്തപാൽ, വയർലെസ്, ടെലിഗ്രാഫ്, അത്യാധുനികമായ സ്റ്റീം എൻജിൻ, വൈദ്യുതി എല്ലാം എവിടെ ഉണ്ടായിരുന്നു? വേദങ്ങളിൽ പരാമർശമുണ്ടായിരുന്നു, പുരാണങ്ങളിൽ പരാമർശമുണ്ടായിരുന്നു, ഇതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു എന്നൊരു വാദഗതിയാണ് മുന്നോട്ട് വെക്കുന്നത്. മറ്റൊന്ന്, വിമാനം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നൊരു വാദഗതിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, വാൽമീകി രാമായണത്തിൽ പുഷ്പവിമാനത്തെപ്പറ്റി പരാമർശം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇന്ത്യയിൽ വിമാനം ഉണ്ടായിരുന്നു. അപ്പോൾ അടിസ്ഥാനപരമായ ശാസ്ത്രബോധത്തിൽ നിന്നും വളരെയധികം വ്യതിചലിച്ചാണ് ഇത്തരം ചില ആശയവാദങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇത്തരം ആശയവാദങ്ങളുടെ അടിത്തറ
ഈ ഗ്രന്ഥങ്ങളെ സമഗ്രമായി അധികാരരൂപമായി ഗ്രന്ഥങ്ങളെ സ്ഥാപിക്കുക എന്നുള്ളതാണ്. മറിച്ച് കേവലം വിമാനം ഉണ്ടായിരുന്നു എന്ന് മാത്രം പറയുകയും, നമുക്കറിയാം ഒരു വിമാനം പറക്കാൻ എന്തൊക്കെ വേണം, അതിൻ്റെ സാഹചര്യം എന്തൊക്കെയാണ്, ഈ പറയുന്ന സാഹചര്യങ്ങളൊന്നും തന്നെ അതിനെന്തൊക്കെ വേണം, ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിക്കേണ്ടത്, എന്തൊക്കെ എനർജി അതിന് വേണം, ഇതൊന്നും പരാമർശിക്കാതെ കേവലം ഉപരിപ്ലവമായ ചില സൂചനകൾ എടുത്തിട്ട് ഇന്ത്യയിൽ വലിയ വിജ്ഞാന പാരമ്പര്യം, ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ നിലനിന്നിരുന്നു എന്ന് വാദിക്കാനായി ശ്രമിക്കുക. മറ്റൊരു വിഷയം പ്ലാസ്റ്റിക് സർജറിയുടെ കാര്യമാണ്. സുശ്രുത സംഹിതയോ ചരക സംഹിതയോ ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് പ്ലാസ്റ്റിക് സർജറി ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കാനുള്ള ചില ശ്രമങ്ങൾ. അപ്പോൾ ഈ സർജറിക്കായിട്ടുള്ള ചില ശ്രമങ്ങൾ സുശ്രുതൻ്റെ കാലത്ത് നടന്നു വരുന്നുണ്ട്. ശസ്ത്രക്രിയ ഉപകരണങ്ങളെപ്പറ്റി സൂക്ഷ്മരൂപത്തിൽ ചില അന്വേഷണങ്ങൾ നടന്നു വരുന്നുണ്ട്. അളവ് തൂക്ക സംവിധാനങ്ങളെപ്പറ്റി സൂക്ഷ്മരൂപത്തിലുള്ള ചില വ്യവഹാരങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യ സമൂലം ശാസ്ത്രബോധമില്ലാത്തൊരു സമൂഹം ഇന്ത്യയിൽ നിലനിന്നിരുന്നു എന്നല്ല, മറിച്ച് ചില കണ്ടുപിടുത്തങ്ങൾ, ചില സൂക്ഷ്മമായ ആലോചനകൾ തീർച്ചയായും ഇന്ത്യയിൽ നടന്നിരുന്നു. പക്ഷേ അത് ദയാനന്ദ സരസ്വതിയോ ഈ MR രാജേഷോ പറയുന്ന നിലയ്ക്കല്ല. തോക്കും പീരങ്കിയും വിമാനവും എന്ന് വേണ്ട, നാളെ കമ്പ്യൂട്ടറിനെ പറ്റി, ഇൻ്റർനെറ്റിനെ പറ്റി വേദങ്ങളിൽ പരാമർശമുണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ നാളെ ഇത്തരക്കാർ പറഞ്ഞേക്കാം. ഇത് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ബീജരൂപത്തിലോ അല്ലെങ്കിൽ ചില സൂക്ഷ്മാലോചനകൾ മുന്നോട്ട് വെച്ച പണ്ഡിതന്മാരെ അവഹേളിക്കുന്നതിന് തുല്യമാണ് ഇത്തരം ഗണപതിയുടെ തല ചേർത്ത് വെച്ചത് പ്ലാസ്റ്റിക് സർജറിയാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത്. യഥാർത്ഥത്തിലുള്ള ശാസ്ത്രീയമായി ഉണ്ടായിരുന്ന ചില അന്വേഷണങ്ങളെ അപ്പാടെ തമസ്കരിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത്തരം ആലോചനകൾ അവർ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ഗ്രന്ഥങ്ങളെ സമഗ്രമായി ശാസ്ത്രീയപരമായി ആധുനികമായ സായൻസിക ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വേണം നാം പരിശോധിക്കാൻ. ഇത് ഒരു വേള ആര്യഭടനെയോ ബ്രഹ്മഗുപ്തനെയോ ഒന്നും നിരസിക്കുന്ന ഒന്നല്ല. ഉദാഹരണത്തിന് ഭൂമി കറങ്ങുന്നു എന്നുള്ള ഒരു വാദം ആര്യഭടൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു വാദം മുന്നോട്ട് വെക്കുമ്പോൾ ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്നാണ് ആര്യഭടൻ പറഞ്ഞത്. അപ്പോൾ ബ്രഹ്മഗുപ്തൻ ചോദിക്കുന്നത്, അങ്ങനെ സ്വന്തം അച്ചുതണ്ടിൽ ഭൂമി കറങ്ങുകയാണെങ്കിൽ ഒരു കൂട്ടിൽ നിന്നും കിളി പറന്നു പോയാൽ തിരിച്ച് അതേ സ്ഥാനത്ത് തന്നെ കിളി എങ്ങനെ എത്തിച്ചേരുമെന്നൊരു ചോദ്യമാണ് ബ്രഹ്മഗുപ്തൻ ചോദിച്ചത്. അപ്പോൾ ഇങ്ങനെ ഇവർക്ക് പരിമിതികളുണ്ടായിരുന്നു. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുകയായിരുന്നു എന്ന് ബ്രഹ്മഗുപ്തന് ചിന്തിക്കാനേ അസാധ്യമായിരുന്നു. ഇത്രയും വലിയ ഭൂമി, ഇത്രയും ഭാരമേറിയ ഭൂമി എങ്ങനെ കറക്കും, ആര് കറക്കും എന്നാണ് ബ്രഹ്മഗുപ്തൻ ചോദിച്ചത്. അപ്പം നാം ഇത്തരം ഗ്രന്ഥങ്ങളെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിജ്ഞാന പാരമ്പര്യത്തെയോ പരിശോധിക്കേണ്ടത് കേവലമായ ഒരു വീക്ഷണഗതിയിൽ നിന്നുകൊണ്ട് മാത്രമല്ല, മറിച്ച് അവരുടെ പരിമിതി എന്തൊക്കെയായിരുന്നു എന്നും എന്തൊക്കെ അന്വേഷണങ്ങളും ആലോചനകളുമാണ് അവർ മുന്നോട്ട് വെച്ചത് എന്നും നാം പരിശോധിക്കേണ്ടതുണ്ട്. ഇതിരിക്കെ തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇന്ത്യയിലെ ഈ കണ്ടുപിടുത്തങ്ങൾ ഏതുമായി യോജിച്ചാണ് നിലകൊണ്ടത് എന്നതാണ്. ഒന്ന്, ഇന്ത്യയിലെ കണ്ടുപിടുത്തങ്ങൾ മതപൗരോഹിത്യവുമായി ചേർന്നാണ് പോയത്. ജ്യോതിശാസ്ത്രത്തെ സംബന്ധിച്ചാണെങ്കിൽ, നക്ഷത്രത്തെ സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങളാണെങ്കിലും കൊള്ളാം, ഗണിത സംബന്ധിയായ ആശയങ്ങളാണെങ്കിലും കൊള്ളാം, ഗോളങ്ങളെ പറ്റിയുള്ള നിരീക്ഷണങ്ങളാണെങ്കിലും കൊള്ളാം, ഇതൊന്നും ഗണിതത്തിന് വേണ്ടി ചെയ്ത കണ്ടുപിടുത്തങ്ങളോ ജ്യോതിശാസ്ത്രത്തിന് വേണ്ടി ചെയ്ത കണ്ടുപിടുത്തങ്ങളോ അല്ല, മറിച്ച് യാഗവും യജ്ഞം പോലെയുള്ള അനുഷ്ഠാനങ്ങൾ കൃത്യമായി നടക്കുന്നതിന് വേണ്ടി, സമയവും കാലവും തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം പല അന്വേഷണങ്ങളും ഇവർ നടത്തി വന്നത്. അല്ലാതെ നാം ഇന്ന് കരുതുന്നത് പോലെ ഒരു സമ്പൂർണമായ, ഒരു ശുദ്ധമായ ജ്യോതിശാസ്ത്രത്തിൻ്റെയോ ശുദ്ധമായ ഗണിതത്തിനു വേണ്ടിയോ അല്ല ഇത്തരം കണ്ടുപിടുത്തങ്ങൾ ഇന്ത്യയിൽ നടന്നത്. അത് പൗരോഹിത്യവുമായി ഇടകലർന്നും പൗരോഹിത്യമായി ചേർന്നിട്ടുമാണ് ഇത്തരം കണ്ടുപിടുത്തങ്ങളെല്ലാം മുന്നോട്ട് പോയത്. അതിൽ നിന്നും വളരെ വ്യതിരിക്തമായി നിൽക്കുന്ന ഒന്ന് ബക്ഷാലി മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു മാനുസ്ക്രിപ്റ്റിൽ ഗണിത സംബന്ധിയായ പല കാര്യങ്ങളും പരാമർശിക്കുന്നുണ്ട്. മതപൗരോഹിത്യവുമായി ബന്ധപ്പെടാത്ത ഒരു കയ്യെഴുത്ത് പ്രതി എന്ന നിലയിൽ നമുക്ക് ബക്ഷാലി മാനുസ്ക്രിപ്റ്റിനെ കരുതാം. മറ്റു എല്ലാ ഗ്രന്ഥങ്ങളും ഈ പറയുന്ന പൗരോഹിത്യവുമായി ബാന്ധവം ചെയ്തിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് ഇന്ത്യയിൽ ഉടലെടുത്തിട്ടുള്ളത്. അതിന് ഉദാഹരണം, ഈ ഗ്രന്ഥങ്ങളെല്ലാം ആര്യഭടനാകട്ടെ ബ്രഹ്മഗുപ്തനാകട്ടെ കേരളത്തിലെ ജ്യോതിശാസ്ത്രകാരന്മാരായ
സംഗമഗ്രാമമാധവനോ നീലകണ്ഠ സോമയാജിയോ ശങ്കരവർമ്മനോ ആര് തന്നെയായാലും ഒരു ദേവതാ സ്തുതിയോടുകൂടിയാണ് ഈ ഗ്രന്ഥങ്ങൾ ആരംഭിക്കുന്നത്. അപ്പം ശാസ്ത്രബോധത്തെ ആന്തരികവൽക്കരിക്കുന്ന ഒരു സമൂഹമായി ഇന്ത്യ പ്രാചീന കാലത്ത് മാറിയിരുന്നോ എന്നൊരു ചോദ്യമാണ് നാം ഉന്നയിക്കേണ്ടത്. ശാസ്ത്രബോധത്തെ ആന്തരികവൽക്കരിച്ചിരുന്നൊരു സമൂഹമായിരുന്നുവെങ്കിൽ ഒരു ദേവതയെ സ്തുതിച്ചുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലേക്ക് കടക്കേണ്ടിയിരുന്നില്ല. മറിച്ച് സമ്പൂർണമായ ചാർവാകന്മാരെ പറ്റി നാം കേട്ടിട്ടുണ്ട്. ആധുനിക കാലത്ത് യുക്തിവാദത്തിന് തുല്യമായി ഈശ്വരനില്ല എന്നും, അല്ലെങ്കിൽ യാഗയജ്ഞാതി കർമ്മ പാരമ്പര്യങ്ങളെ വളരെ നിശ്ചിതമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഈ കർമ്മ പാരമ്പര്യത്തെ ചോദ്യം ചെയ്തൊരു പാരമ്പര്യം ചാർവാകന്മാർക്കുണ്ടായിരുന്നു. അതേ കാലത്ത് തന്നെയാണ് ദേവതകളെ സ്തുതിച്ചുകൊണ്ട് അവരെ തൊഴുതു പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം ആരംഭിക്കുക. അതായത് ദേവതാപ്രസാദം ഒഴിഞ്ഞൊരു ശാസ്ത്രം ഇല്ല എന്നുള്ളതാണ്. ആ ദേവതാ ബന്ധത്തോട് ചേർന്ന് ഈശ്വരൻ അനുഗ്രഹിച്ചെങ്കിൽ മാത്രമേ സയൻസ് നിലനിൽക്കൂ എന്ന് പറയുന്നൊരു വാദഗതി. അപ്പം നമ്മൾ ആധുനിക കാലത്ത് ശബരിമല പോലെയുള്ള വിവാദ സന്ദർഭത്തിൽ കണ്ടു. ശബരിമല പോലെയുള്ള വിവാദ സന്ദർഭത്തിൽ കാണുന്നത് തികച്ചും ശാസ്ത്രം, സായൻസികമായ ബോധം ആന്തരികവൽക്കരിക്കപ്പെടാത്തൊരു സമൂഹമാണെന്നാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം തെളിയിച്ചത്. സായൻസികമായ ബോധം ആന്തരികവൽക്കരിച്ച ഒരു സമൂഹം ആയിരുന്നുവെങ്കിൽ നാം ഇത്രയും വലിയൊരു പടുകുഴിയിൽ എത്തിച്ചേരില്ലായിരുന്നു. അത് പ്രാചീന കാലം മുതൽ തുടങ്ങിയ ഈ പൗരോഹിത്യ മതബാന്ധവമാണ് നമ്മളെ ആധുനിക കാലത്തും വലിയ ദുരന്തത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് നാം ഈ ശാസ്ത്ര പാരമ്പര്യത്തെ പരിശോധിക്കുമ്പോൾ ഇത് കേവലം ഒരു മഹത്തായ പാരമ്പര്യമാണ് എന്ന് ഏകശിലാത്മകമായി വിലയിരുത്താതെ എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണ് ഉണ്ടായിരുന്നതെന്നും ആ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണെന്നും അത് ക്രമേണ സർവ്വതോന്മുഖമായ നാശത്തിൻ്റെ വക്കിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണെന്നും നാം പരിശോധിക്കേണ്ടതുണ്ട്. ഈ പ്രബന്ധം പ്രധാനമായി ലക്ഷ്യമിടുന്നതും അത്തരമൊരു കാര്യം സൂചിപ്പിക്കുന്നതിനും ഇന്ത്യയുടെ ശാസ്ത്ര പാരമ്പര്യത്തെ പ്രശ്നവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ ഭാഷണം നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് നിങ്ങൾക്ക് വിവരണാത്മകമായി ഇന്ത്യയിൽ ഇന്ന കണ്ടുപിടുത്തങ്ങൾ നടത്തിയിരുന്നു, അത് ഇന്ന ആളുകളാണ് ആ കണ്ടുപിടുത്തം നടത്തിയത്, ആര്യഭടൻ ഭൂഗോളത്തെപ്പറ്റി പറഞ്ഞിരുന്നു, ഭൂമി കറങ്ങുന്നു എന്ന് പറഞ്ഞിരുന്നു, ഭാസ്കരാചാര്യർ ഗണിതത്തെ സംബന്ധിച്ച സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചിരുന്നു, ബ്രഹ്മഗുപ്തൻ ഖണ്ഡകാദ്യം മുതലായ ഗ്രന്ഥങ്ങൾ എഴുതിയിരുന്നു. ഇങ്ങനെ ഏതാനും ചില വിവരണാത്മകമായ ചില ഇൻഫർമേഷൻ പങ്കുവെക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ഈ ഭാഷണത്തിൽ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് ഇന്ത്യൻ ശാസ്ത്ര പാരമ്പര്യം എന്ന് വ്യവഹരിക്കുന്നത് ചില പ്രശ്നങ്ങൾ അത് മുന്നോട്ട് വെക്കുന്നുണ്ടെന്നും ആ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാതെ സമകാലിക വർത്തമാനകാല സാഹചര്യങ്ങളെ അഭിസംബോധന ചെയ്യാൻ നമുക്ക് സാധ്യമല്ല എന്ന് നാം അറിയേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന് വേദാംഗ ജ്യോതിഷത്തെ ആ നിലയ്ക്ക് പരിശോധിക്കേണ്ട ഒന്നാണ്. അപ്പോൾ വേദങ്ങളിൽ തന്നെ നക്ഷത്രങ്ങളെ പറ്റിയുള്ള ചില പരാമർശങ്ങളുണ്ട്, യുഗങ്ങളെയൊക്കെ പറ്റിയുള്ള പരാമർശങ്ങളുണ്ട്. ഇപ്പോൾ ദേവാനാം പൂർവേ യുഗേ അസതഹ സതജായത, ദേവാനാം യുഗേ പ്രഥമേ അസതഹ സതജായത, ഇങ്ങനെ ചില കാലസങ്കല്പങ്ങൾ വേദങ്ങളിൽ കാണുന്നുണ്ട്. അതുപോലെ ചില പ്രാചീന സംഹിതകളിൽ അശ്വതി, ഭരണി, കാർത്തിക മുതലായ നക്ഷത്രങ്ങളെ പറ്റിയുള്ള പരാമർശങ്ങളൊക്കെ തന്നെ വൈദിക സംഹിതകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊന്നും തന്നെ ഒരു നിലയ്ക്കും ഫലപ്രവചനവുമായി ഏതെങ്കിലും നിലയ്ക്ക് ബന്ധപ്പെട്ട ഒരു കാഴ്ചപ്പാടായി വൈദിക സംഹിതകളിൽ നിലനിന്നിരുന്നില്ല. മറിച്ച് അത് കേവലം ചില ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നതിന്, യാഗയജ്ഞാതി കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന്, ചില മുഹൂർത്തങ്ങൾ നിർണ്ണയിക്കുന്നതിന് അത് ഉചിത സമയമാണോ അനുചിത സമയമാണോ ശുഭസമയമാണോ അശുഭ സമയമാണോ എന്നൊക്കെ നിർണ്ണയിക്കുന്നതിനുള്ള ഒരു കാലം നിർണ്ണയിക്കുന്നതിന് വേണ്ടി മാത്രമാണ് വേദങ്ങളിൽ ഇത്തരം ചില സങ്കല്പങ്ങൾ നിലനിന്നിരുന്നത്. വൈദിക കാലത്ത് തന്നെ ലഗധമുനി എഴുതിയ വേദാംഗ ജ്യോതിഷം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങളും പരാമർശിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് യുഗസങ്കല്പം, ചതുർയുഗം എന്ന് പറയുന്ന സങ്കല്പം, അയനത്തെപ്പറ്റി, ദിനമാനത്തെപ്പറ്റി, നക്ഷത്ര ഗണന, എങ്ങനെയാണ് നക്ഷത്രങ്ങളെ ഗണിക്കേണ്ടത്, ചന്ദ്രമാനം എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്, അഹോരാത്ര വൃത്തി എങ്ങനെയാണ്, വിശ്വദിനത്തെ പറ്റിയുള്ള സങ്കല്പം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ലഗധൻ്റെ വേദാംഗ ജ്യോതിഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ വേദാംഗ ജ്യോതിഷത്തിൽ എവിടെയും
ഗ്രഹങ്ങളോ നക്ഷത്രങ്ങളോ മനുഷ്യരെ സ്വാധീനിക്കുമെന്നൊരു കാഴ്ചപ്പാട് വേദാംഗ ജ്യോതിഷത്തിലോ വൈദിക സംഹിതകളിലോ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ആധുനിക കാലത്ത് നാം എത്തിച്ചേർന്നിരിക്കുന്ന വിപര്യം സൂചിപ്പിക്കാനാണ്. വലിയ ശാസ്ത്ര പാരമ്പര്യം ഉണ്ട് എന്ന് അവകാശപ്പെടുകയും അതേസമയം തന്നെ ഫലപ്രവചനത്തിൻ്റെ വലിയ കുഴികളിൽ പോയി ആധുനിക വിദ്യാഭ്യാസം കൈവരിച്ചവരെന്ന് കരുതപ്പെടുന്ന, ശാസ്ത്രബോധം കൈവരിച്ചവരെന്ന് കരുതപ്പെടുന്ന ഒരു സമൂഹം എത്തിച്ചേരുകയും ചെയ്യുന്നു. എന്നാൽ ഇത്തരമൊരു ശാസ്ത്രീയ കണ്ടുപിടുത്തം ഇന്ത്യയിൽ ഉണ്ടായിരുന്നോ? ഫലപ്രവചനത്തെ സംബന്ധിക്കുന്ന ഏത് കാലത്താണ് ഈ ഫലപ്രവചനത്തെ സംബന്ധിക്കുന്ന സിദ്ധാന്തങ്ങൾ ഇന്ത്യയിൽ ഉടലെടുക്കുന്നത് എന്നൊക്കെ നാം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ലഗതൻ്റെ വേദാംഗ ജ്യോതിഷത്തിൽ യാജൂഷ ജ്യോതിഷം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രാശിചക്രത്തെ പറ്റിയുള്ള സൂചനയുണ്ടെങ്കിലും ഒരു വിപുലീകൃതമായ രാശിചക്രത്തെ ഉപയോഗിക്കാവുന്നൊരു സാങ്കേതിക വിദ്യ അപ്പോഴും ഇന്ത്യയിൽ നിലവിൽ വന്നിരുന്നില്ല എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. തന്നെയുമല്ല, ഇപ്പോൾ ആധുനിക കാലത്ത്, വർത്തമാനകാലത്ത് നമ്മൾ പലരും പിന്തുടരുന്നൊരു കാര്യമാണ് വിവാഹത്തിന് പൊരുത്തം നോക്കി ഒക്കെ വിവാഹം കഴിക്കുക. പ്രണയിക്കണമെങ്കിൽ പോലും പൊരുത്തമൊക്കെ നോക്കി പ്രണയിക്കുന്നൊരു കാലഘട്ടത്തിലേക്ക് വരെ എത്തിച്ചേർന്നിട്ടുണ്ട്. പൊരുത്തമൊക്കെ നോക്കിയാൽ ശരിയാകത്തുള്ളെന്നുള്ള നിലയ്ക്കാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ പുരാണങ്ങളോ ഇതിഹാസങ്ങളോ പരിശോധിച്ചാൽ അറിയാം, സീതയോ ദ്രൗപദിയോ കുന്തിയോ ഗാന്ധാരിയോ ഒന്നും തന്നെ പൊരുത്തം നോക്കി കല്യാണം കഴിച്ചവരല്ല. കേവലം ശക്തിയുടെ അടിസ്ഥാനത്തിൽ ഭീഷ്മര് തൻ്റെ സഹോദരപുത്രന്മാർക്ക് വേണ്ടി, പാണ്ഡുവിനും ധൃതരാഷ്ട്രർക്കും വേണ്ടി യുവതികളെ പിടിച്ചുകൊണ്ടുവരും, ബലാത്കാരമായി പിടിച്ചുകൊണ്ടുവരും, ഒരു പൊരുത്തവും നോക്കിയിട്ടല്ല. ഇത് പുരാണങ്ങൾ ആകമാനം പരിശോധിച്ചാൽ അറിയാം, ഇങ്ങനെ ഒരു പാരമ്പര്യമേ പുരാണങ്ങളിലോ ഇതിഹാസങ്ങളിലോ കാണാൻ സാധ്യമല്ല. കാര്യം ഇങ്ങനെ ഇരിക്കെയാണ് വർത്തമാനകാലത്ത്, ഏതാണ്ട് മധ്യകാലത്ത് ഉടനീളം ഇത്തരം ഒരു കാര്യം വികസിച്ചു വരികയും മുഹൂർത്തവും ജ്യോതിഷ ഫലപ്രവചന സിദ്ധാന്തങ്ങളിലേക്കും എത്തിച്ചേരുന്ന ചില കാഴ്ചപ്പാടുകൾ വികസിച്ചു വരുന്നത്. ഇത് നിലവിലുണ്ടായിരുന്നു എന്ന് പറയുന്ന ശാസ്ത്ര പാരമ്പര്യത്തിന് ഘടകവിരുദ്ധമായ ഒരു പോക്കാണ്. യഥാർത്ഥത്തിൽ ശാസ്ത്ര പാരമ്പര്യത്തിൽ നിന്നുള്ള വിച്ഛേദമാണ് നാം ഇന്ന് കാണുന്നത്. ഇത് AD 4-ാം നൂറ്റാണ്ടോട്, ഗുപ്തകാലത്തോടുകൂടി വരാഹമിഹിരനെ പോലെയുള്ള ആളുകൾ ഗ്രന്ഥങ്ങൾ രചിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പഞ്ചസിദ്ധാന്തിക ഹോര ബൃഹജ്ജാതകം എന്ന് പറയുന്ന ഗ്രന്ഥം, ഇത്തരം ഗ്രന്ഥങ്ങളുടെ രചനയോടുകൂടി ഫലപ്രവചനത്തിൻ്റെ സമ്പൂർണ്ണമായൊരു സ്വീകാര്യത കൈവരികയാണ്. ഇത് യഥാർത്ഥത്തിൽ ഗ്രീസുമായിട്ടുള്ള ചില കൊടുക്കൽ വാങ്ങലുകളിൽ നിന്നാണ് ഇത്തരം ചില കണ്ടുപിടുത്തങ്ങളിലേക്ക്, ഫലജ്യോതിഷ സിദ്ധാന്തങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് ഇത്തരം ചില കൈമാറ്റ പ്രക്രിയകളിലൂടെയാണ്. അല്ലാതെ ഇന്ത്യ ഒരു തരത്തിലുള്ള കൈമാറ്റങ്ങളും നടത്തിയിരുന്നില്ല എന്നും മഹർഷിമാർ കണ്ണടച്ചിരുന്ന് സൃഷ്ടിച്ചതാണ് ഈ കണ്ടുപിടുത്തങ്ങളെന്നോ അല്ലെങ്കിൽ ഈ ഗ്രന്ഥങ്ങളെന്നോ ഉള്ള നിഗമനത്തിലേക്കാണ് പൊതുവെ എത്തിച്ചേരുക. ഇത് നാം പരിശോധിക്കേണ്ട ഒരു വിഷയം, ഇങ്ങനെ കണ്ണടച്ചിരുന്നാൽ കണ്ടുപിടുത്തം ഉണ്ടാകുമോ എന്നാണ്. പലപ്പോഴും മഹർഷിമാർ ധ്യാന നിമഗ്നരായിരുന്നപ്പോൾ കണ്ടുപിടുത്തമുണ്ടായി. ധ്യാന നിമഗ്നരായിരുന്നപ്പോൾ വിമാനത്തെ പറ്റിയുള്ളൊരു നേർചിത്രം കിട്ടി. ധ്യാന നിമഗ്നരായിരുന്നപ്പോൾ സർജറി ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ചില ചിത്രങ്ങൾ കിട്ടി. തലച്ചോറിൽ തെളിഞ്ഞു വന്നു. ഇങ്ങനെയുള്ള നിഗമനത്തിലേക്കാണ് പൊതുവെ പറഞ്ഞു വെക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ധ്യാന നിമഗ്നതകളിലൂടെ അല്ല, മറിച്ച് കൃത്യമായ അന്വേഷണങ്ങളിലൂടെ തന്നെയാണ് കണ്ടുപിടുത്തങ്ങളിലേക്കോ നിഗമനങ്ങളിലേക്കോ എത്തിച്ചേർന്നിട്ടുള്ളത്. മറിച്ച് ഈ ധ്യാന നിമഗ്നതയിൽ കാര്യങ്ങളെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഈ ഗ്രന്ഥപാരമ്പര്യത്തെയോ ഈ കണ്ടുപിടുത്തങ്ങളെയോ ആകമാനം ദിവ്യവൽക്കരിക്കുകയും ഇതിനെ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു തത്വശാസ്ത്രമായും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരു അലൗകിക സിദ്ധാന്തമായും സ്ഥാപിക്കുക എന്ന ലക്ഷ്യമാണ് ഇത്തരം അലൗകിക ധ്യാനത്തിലൂടെ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായി എന്ന സിദ്ധാന്തം. മറ്റൊരു കാര്യം പ്രധാനമായി സൂചിപ്പിക്കാനുള്ളത് ശാസ്ത്ര പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. സംസ്കൃതത്തിലാണ് പല ഗ്രന്ഥങ്ങളും എഴുതിയതെന്ന് സൂചിപ്പിച്ചു. ഇത് ബ്രാഹ്മണരാണ് ഇതിൻ്റെ എല്ലാം പ്രയോക്താക്കൾ. ഇപ്പോൾ ആര്യഭട്ടനാകട്ടെ, ബ്രഹ്മഗുപ്തനാകട്ടെ, ഭാസ്കരാചാര്യരാകട്ടെ, വരാഹമിഹിരനാകട്ടെ, ഇവരെല്ലാം തന്നെ പൗരോഹിത്യവുമായി ഭാസ്കരാചാര്യരെ പറ്റി ഡോക്ടർ ഗീവർഗീസ് ജോസഫ് ഉദ്ധരിക്കുന്നൊരു കാര്യമുണ്ട്. ഒരേ സമയം തന്നെ ശാസ്ത്രജ്ഞനായിരിക്കുകയും മതാനുഭവമുള്ള ദൈവാനുഭവമുള്ള വ്യക്തിയായി ഒരു ക്ഷേത്ര ശിലാശാസനത്തിൽ ഭാസ്കരാചാര്യരെ പുകഴ്ത്തുന്നതായി
ഗീവർഗീസ് ജോസഫ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് ശാസ്ത്ര പാരമ്പര്യത്തിന് മതവുമായി ഉണ്ടായിരുന്ന ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആര്യഭടനെ ബ്രഹ്മഗുപ്തൻ കർശനമായി എതിർത്തിരുന്നു. ആര്യഭടനെ ഇന്ത്യയിലുള്ള മറ്റ് ജ്യോതിഷന്മാർക്ക് കണ്ടുകൂടായിരുന്നു. കാരണം വിപ്ലവകരമായ ചില ചിന്തകളാണ് അക്കാലത്തെ പരിമിതിയിൽ നിന്നുകൊണ്ട് പോലും ആര്യഭടൻ മുന്നോട്ട് വെച്ചത്. പക്ഷേ ഫലപ്രവചന സിദ്ധാന്തങ്ങളിൽ അടിയുറച്ചു പോന്ന ഇന്ത്യൻ പാരമ്പര്യത്തിന് ആര്യഭടൻ അനഭിമതനായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതവിടെ നിൽക്കട്ടെ. ഈ ആധുനിക പഠിതാക്കൾ കടന്നു വരികയും ചാൾസ് ഫിഷിനെ പോലെയുള്ള ചില പണ്ഡിതന്മാർ ചില പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നതിലൂടെയാണ് കേരളത്തിൻ്റെ തന്നെ ഗണിത പാരമ്പര്യത്തെപ്പറ്റി ആഗോള സമൂഹത്തിന് മുമ്പിൽ ഒരു ശ്രദ്ധ കൈവരുന്നത്. അതിനു മുമ്പ് കേരളത്തിലൊരു ഗണിത പാരമ്പര്യം, ജ്യോതിശാസ്ത്ര പാരമ്പര്യം ഉണ്ടായിരുന്നതിനെപ്പറ്റി തികച്ചും അജ്ഞരായിരുന്നു പലരും. വിദേശ പണ്ഡിതന്മാർ, മിഷണറി പ്രവർത്തനങ്ങളുമായി വന്നവരും ഒക്കെ തന്നെ ഇത് കണ്ടെടുക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ മാത്രമാണ് ഇതിനെപ്പറ്റി ഒരു ശ്രദ്ധ കൈവന്നത്. അതിനു മുമ്പ് ഈ കണ്ടുപിടുത്തങ്ങൾ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നവർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് ഇത്രയും നൂറ്റാണ്ടായിട്ടും എല്ലാ കണ്ടുപിടുത്തത്തിൻ്റെയും കേന്ദ്രം ഇന്ത്യയാണെന്ന് അവകാശപ്പെടുന്നവർ ഈ ഗ്രന്ഥങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഈ ഗ്രന്ഥങ്ങൾ വെച്ചിട്ട് എന്ത് കണ്ടുപിടുത്തമാണ് നടത്തിയത്? ഇന്ത്യ മഹിതമായ ശാസ്ത്ര പാരമ്പര്യത്തിൻ്റെ കേന്ദ്രമാണെന്നാണ് അവകാശപ്പെടുന്നത്. ആധുനികമായ മൊബൈൽ നമ്മുടെ കയ്യിലുണ്ടാവും, ആധുനികമായ ലാപ്ടോപ്പ് കയ്യിലുണ്ടാവും, എല്ലാം കയ്യിലുണ്ടാവും. അപ്പോഴും നാം പറയും ഇന്ത്യയിൽ മഹിതമായ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഉന്നയിക്കുന്ന ചോദ്യം, സ്വാതന്ത്ര്യം ലഭിച്ചത് മുതൽ ഇങ്ങോട്ട് ഉള്ള 60-65 വർഷക്കാലമെങ്കിലും ഈ ഗ്രന്ഥങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഗ്രന്ഥങ്ങൾ വെച്ചിട്ട് ഏത് തരത്തിലുള്ള കണ്ടുപിടുത്തമാണ് ഇന്ത്യക്കാർ നടത്തിയത്? ഒരു തീപ്പെട്ടിയെങ്കിലും, ഒരു മുട്ടുസൂചിയെങ്കിലും, ഏത് തരത്തിലുള്ള കണ്ടുപിടുത്തമാണ് നമ്മൾ നടത്തി മുന്നോട്ട് പോയത്? ഈ ഇന്ത്യൻ ജ്യോതിശാസ്ത്ര പാരമ്പര്യത്തെ പറ്റിയുള്ള, ഗണിത പാരമ്പര്യത്തെ പറ്റിയുള്ള കണ്ടുപിടുത്തങ്ങൾ മൊത്തത്തിൽ മുന്നോട്ട് വെക്കുന്നൊരു സിദ്ധാന്തം സംസ്കൃതത്തിൽ മഹിതമായ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടു എന്നുള്ളതാണ്. ഈ പാരമ്പര്യം വരുത്തി തീർക്കുന്ന ഒരു വിന സാധാരണക്കാരോ കൈവേലക്കാരോ മറ്റ് സാധാരണക്കാരായ പണിക്കാരോ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വിജ്ഞാനത്തെ സമ്പൂർണമായി തമസ്കരിക്കുകയാണ് ഉണ്ടായത്. ഇപ്പം ഡൽഹിയിലെ വളരെ പ്രസിദ്ധമായ ഇരുമ്പിൻ്റെ സ്തംഭമുണ്ട്. ഇതുവരെ തുരുമ്പ് പോലും പിടിച്ചിട്ടില്ല. തുരുമ്പ് പോലും പിടിക്കാത്ത നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇരുമ്പിൻ്റെ വലിയ സ്തൂപം. ഹാരപ്പൻ നാഗരികതയിലെ ചുട്ടെടുത്ത ഇഷ്ടിക, അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന അളവ് തൂക്ക സമ്പ്രദായങ്ങൾ, ഇങ്ങനെയുള്ള പല കണ്ടുപിടുത്തങ്ങളും ഉണ്ടായിരിക്കുകയും ആ കണ്ടുപിടുത്തങ്ങളെ ഒന്നും സിദ്ധാന്തവൽക്കരിക്കുകയോ അതിൻ്റെ സൂക്ഷ്മമായ അന്വേഷണത്തിലേക്ക് കടക്കാതെയോ ഇന്ത്യൻ ശാസ്ത്ര പാരമ്പര്യം എന്നത് കേവലം ആര്യഭടൻ മുതൽ ആരംഭിക്കുകയും കേരളത്തിൽ സംഗമഗ്രാമ മാധവനെയോ ഒക്കെ പറ്റി പറയുകയും ചെയ്യുന്നൊരു പാരമ്പര്യമാണ് നിലനിൽക്കുന്നത്. ഞാൻ ഉന്നയിക്കാൻ ശ്രമിക്കുന്നൊരു ചോദ്യം, യഥാർത്ഥത്തിൽ ജ്യോതിശാസ്ത്ര കണ്ടുപിടുത്തം നടത്തിയത് ഇവരായിരുന്നോ എന്നൊരു ചോദ്യമാണ്. ഈ പറയുന്ന സംഗമഗ്രാമ മാധവനോ അല്ലെങ്കിൽ ഇവരുടെയൊന്നും സംഭാവനകളെ വില കുറച്ച് കാണുകയല്ല, മറിച്ച് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രയോക്താക്കൾ ഇവരായിരുന്നു എന്നൊരു ചോദ്യമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ബ്രാഹ്മണർ, ഇന്ത്യയിലെ പൊതു പാരമ്പര്യം അനുസരിച്ച് ബ്രാഹ്മണർ കൈവേലയ്ക്ക് പോയിരുന്നില്ല. പൂജയും യാഗവും യജ്ഞവുമാണ് ബ്രാഹ്മണർ ചെയ്തു പോന്നിരുന്നത്. സ്മൃതികളോ ധർമ്മശാസ്ത്ര പാരമ്പര്യങ്ങളോ ഒക്കെ തന്നെ ബ്രാഹ്മണരെ ഒരു തരത്തിലുള്ള കൈവേലയോ തൊഴിലോ ചെയ്യാൻ അനുവദിക്കുന്നേയില്ല. ഒള്ളി പൂജ മാത്രം ചെയ്യാനേ ബ്രാഹ്മണരെ ഈ ഗ്രന്ഥങ്ങളെല്ലാം അനുവദിക്കുന്നുള്ളൂ. തൊട്ടാൽ അശുദ്ധ, അയിത്ത. ബ്രാഹ്മണൻ പൂജ മാത്രമേ ചെയ്യാവൂ. ശൂദ്രനെ കൊണ്ട് വേണം എല്ലാ ജോലികളും ചെയ്യിപ്പിക്കാൻ. ശൂദ്രൻ അക്ഷര സംയുക്തം ദൂരത പരിവർജയതെന്ന. ശൂദ്രന് വിദ്യാഭ്യാസം പാടില്ല. കൃഷി ചെയ്തിരുന്നത് ആരാണ്? സാധാരണക്കാരായ മനുഷ്യരാണ് കൃഷി ചെയ്തിരുന്നത്. സാധാരണക്കാരും ആധുനിക കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് ബ്രാഹ്മണരും. ഇത് ഒരു തികഞ്ഞ വിരോധാഭാസമാണിത്. ഇത് ചോദ്യം ചെയ്യപ്പെടുന്നേ ഇല്ല. ഇത് ചോദ്യം ചെയ്യപ്പെടാതെ തൊടാതെ വിഴുങ്ങുന്ന ഒരു പരിപാടിയാണ് നിലനിൽക്കുന്നത്.
കണ്ടുപിടുത്തം നടത്തിയത് മറ്റു ചില ആൾക്കാരും കൃഷിക്ക് പണിയെടുത്തത് മറ്റു ചില ആൾക്കാരും. യഥാർത്ഥത്തിൽ കേരളത്തിലെ ചില സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ അറിയാം, കേരളത്തിൽ ജ്യോതിഷം കൈകാര്യം ചെയ്തിരുന്നത് പണിക്കർമാർ മുതലായ വിഭാഗങ്ങളാണ്. തിരുവല്ല ഗ്രന്ഥവരി, തിരുപ്പുലിയൂർ ഗ്രന്ഥവരി മുതലായ മധ്യകാലത്തെ ഗ്രന്ഥവരികളിൽ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നതിനോ മറ്റു ചില ആവശ്യങ്ങൾക്കോ മുഹൂർത്തം ഗണിക്കുന്നതിനായി ചില പണിക്കർമാരെ വിളിച്ചു വരുത്തിയതായും അവർക്ക് ദക്ഷിണ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ മധ്യകാലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. ആ ഗ്രന്ഥവരിയിൽ കാണുന്നത് മുഹൂർത്തം വാമനപ്പണിക്കർ പണമൊന്ന്, മുഹൂർത്തം പാടകശ്ശേരിക്ക് പണമൊന്ന് എന്ന, അതായത് ക്ഷേത്രത്തിൽ വന്ന് മുഹൂർത്തം ഗണിച്ചതിന് വാമനപ്പണിക്കർക്കും പാടകശ്ശേരി മുതലായ ആളുകൾക്കും ചില ദക്ഷിണ കൊടുത്തു. എന്താണ് ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നത്? ബ്രാഹ്മണർ മുഹൂർത്തം ഗണിച്ചിരുന്നേയില്ല, ബ്രാഹ്മണർ ഈ പരിപാടിയുമായിട്ട് നിന്നിരുന്നേ ഇല്ല. അതിൻ്റെ ഒരു ഉദാഹരണം മധ്യകാലത്തെ ഒരു ഗ്രന്ഥവരിയിൽ നിന്ന്, മധ്യകാലത്തെ ഒരു മുഹൂർത്ത പദവി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം കേരളത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ആ മുഹൂർത്തം ഭാഷ ഒന്ന് വായിക്കാമെന്നാണ് കരുതുന്നത്. കേരളത്തിലെ ഈ സാഹചര്യവും ബ്രാഹ്മണർ ഉണ്ടാക്കി വെച്ച ചില സിദ്ധാന്തങ്ങളും തമ്മിലുള്ള അകൽച്ചയൊന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി. അതായത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ കീഴാള ജാതികളോ പിന്നോക്ക ജാതികളോ ആണ് ഇത്തരം വിജ്ഞാനങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് എന്ന് നാം അറിയണം. മറിച്ച് ബ്രാഹ്മണർ അത് പിൽക്കാലത്ത് മാത്രം കൈകാര്യം ചെയ്തതെന്നാണെന്നും അവർ ദളിത്, കീഴാള, പിന്നോക്ക ജാതി വിഭാഗങ്ങളുടെ വിജ്ഞാനത്തെ സംസ്കൃതവൽക്കരിക്കുകയായിരുന്നു എന്ന നിരീക്ഷണമാണ് നാം അറിയേണ്ടത്. മറിച്ച് ബ്രാഹ്മണരുടെ കണ്ടുപിടുത്തമാണ് ഇതൊക്കെ എന്നുള്ള വിജ്ഞാന വ്യവഹാരത്തിലേക്കുള്ള നമ്മുടെ കടക്കം, നമ്മൾ അങ്ങനെ കടക്കുകയാണെങ്കിൽ ഇത് ഇന്ത്യയുടെ ശാസ്ത്ര പാരമ്പര്യത്തെ തന്നെ നമ്മൾ വിച്ഛേദിക്കുന്നതിന് തുല്യമാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഠിനമായ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ. കേരളത്തിലെ കാര്യം പറയുകയേ വേണ്ട, കൂടുതൽ കർശനമായ. തിരുവിതാംകൂറിനെ സംബന്ധിച്ചാണ് പറയുന്നതെങ്കിൽ തിരുവിതാംകൂറിനൊരു ഹിന്ദു രാജ്യമെന്ന നിലയ്ക്കാണ് തിരുവിതാംകൂർ അറിയപ്പെട്ടിരുന്നത്. തിരുവിതാംകൂർ എന്ന് പറയുന്ന നാട്ടുരാജ്യം അറിയപ്പെട്ടിരുന്നത് തന്നെ. ഈ കർശനമായ ഇന്ത്യയുടെ ശാസ്ത്ര പാരമ്പര്യത്തെ പറ്റി പറയുമ്പോൾ അത്തരം ആൾക്കാർ ഈ പൊതുപശ്ചാത്തലമെല്ലാം മറക്കുകയും ഈ പൊതുപശ്ചാത്തലത്തിനകത്താണ്, കർശനമായി നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥകൾക്കും വർണ്ണധർമ്മ വ്യവസ്ഥകൾക്കും അകത്താണ് ഇത്തരം കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നതെന്നോ ഈ കണ്ടുപിടുത്തത്തിൻ്റെ ഇത്തരം വിജ്ഞാന പാരമ്പര്യത്തിൻ്റെ സാഹചര്യം എങ്ങനെയാണെന്നോ അപഗ്രഥിക്കാൻ മെനക്കെടാറില്ല. മറിച്ച് ശാസ്ത്ര പാരമ്പര്യം ഒന്ന് വാനോളം വാഴ്ത്തിപ്പാടാൻ മാത്രമേ അവർ മെനക്കെടാറുള്ളൂ. വിജ്ഞാനം ബ്രാഹ്മണൻ്റെ കുത്തകയായിട്ടിരിക്കുന്ന ഒരു പാരമ്പര്യമാണ് ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. തർക്കമില്ലാത്ത കാര്യമാണത്. ജ്യോതിഷം പോലും, ജ്യോതിശാസ്ത്രം പോലും ബ്രാഹ്മണനാണ് ഉപയോഗിക്കേണ്ടതെന്നും മറ്റുള്ളവർക്കത് പകർന്നു കൊടുത്തുകൂടാ എന്നും വളരെ വ്യക്തമായി എഴുതി വെച്ച ഗ്രന്ഥമുള്ള നാടാണ് ഇന്ത്യ എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. മുഹൂർത്ത പദവിക്ക് മുഹൂർത്തം ഭാഷ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം കൂടിയുണ്ട്. അതിലെഴുതിയ ഇങ്ങനെയാണ്: മഹാവാക്യങ്ങളിൽ വെച്ച് വിപ്രവാക്യത്തിന് ഗുണമേറുന്നുണ്ട്. വിഷ്ണു സമസ്ത ശുഭകർമ്മസു വിപ്രവാക്യം വിശിഷ്ട വിപ്രഭാഷിതം ശുഭഗ്രഹസ്യ ചോദയസ്തനോശ്ച സൗമ്യവർഗതാത്രയോ മഹാഗുണാഹ സ്മൃതാഹ എന്നുണ്ട്. വേദാധികാരിയാകുന്നവൻ മുഹൂർത്തം വിധിപ്പാനില്ലാതെ പോയാൽ വിധിച്ച നാളും പക്കവും രാശിയും മാറാതെ ചെയ്തു കൊള്ളുക, എന്നാലും അധികാരി അല്ലാത്തവരോട് ചോദിക്കരുത് എന്നത്രേ സകല ശാസ്ത്രങ്ങളിലും സജ്ജനങ്ങളും പറഞ്ഞിരിക്കുന്നത് എന്നറിയണം. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? ബ്രാഹ്മണരൊഴികെ ആരോടും മുഹൂർത്തം എപ്പോഴാണെന്ന് പോലും അതറിയാൻ വയ്യാങ്കിൽ പോലും മറ്റാരോടും ചോദിക്കരുതെന്ന്. എന്ന് പറഞ്ഞാൽ വിജ്ഞാനം എന്ന് പറയുന്നത് ബ്രാഹ്മണൻ്റെ കുത്തകയാണ്. അത് ബ്രാഹ്മണരുടെ കയ്യിൽ തന്നെ ഇരിക്കും. വേണമെങ്കിൽ അവരോട് ചോദിക്കാം. മറ്റാരും ആ വിജ്ഞാനം കൈക്കലാക്കാനോ മറ്റാരോടും ചോദിക്കാനോ പാടില്ല എന്ന് പറയുന്നൊരു സിദ്ധാന്തം ഇവിടെ രചിക്കപ്പെട്ടിരുന്നു. മറ്റൊന്ന് അദ്ദേഹം തുടർന്നെഴുതുകയാണ്: മലയാളത്തിൽ വേദാധികാരി അല്ലാതെയുള്ളവർ മുഹൂർത്തം വിധിക്കുകയും അവരെ കൊണ്ട് വിധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അത് വലിയ അധർമ്മമാകുന്നുവെന്ന് അറിഞ്ഞ് ഉപേക്ഷിക്കണം. ശ്രദ്ധിക്കുക, അത് വലിയ അധർമ്മമാകുന്നുവെന്ന് അറിഞ്ഞുപേക്ഷിക്കണം. അതായത് നാം കണ്ടു, തിരുവല്ല ഗ്രന്ഥവരിയിലും തിരുപ്പുലിയൂർ ഗ്രന്ഥവരിയിലുമൊക്കെ പണിക്കർ സമുദായത്തിൽപ്പെട്ട പിന്നോക്ക കീഴാള ജാതികളിൽപ്പെട്ടവരെ കൊണ്ട് മുഹൂർത്തം ഗണിപ്പിക്കുന്ന ഒരു സിസ്റ്റം കേരളത്തിൽ നിലനിന്നിരുന്നു.
ഈ ഗ്രന്ഥം എഴുതിയ ആൾ പറയുന്നത് അവരാരും വേദാധികാരിയല്ല, അതുകൊണ്ട് തന്നെ അവരെ കൊണ്ട് ഇത്തരം ശാസ്ത്രീയമായ ഗണനകൾ നടത്തുന്നതിൽ നിന്നും പിന്തിരിയണമെന്നാണ് ഈ ഗ്രന്ഥം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ വിജ്ഞാനത്തിൻ്റെ കുത്തക ബ്രാഹ്മണ്യത്തിൻ്റെ കൈകളിൽ ഇരിക്കുകയും ഈ വിജ്ഞാനത്തെ പ്രസരിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തു. അപ്പോൾ പ്രധാനപ്പെട്ടൊരു ചോദ്യം, ഇന്ത്യയുടെ ശാസ്ത്രീയ കണ്ടുപിടുത്തത്തെപ്പറ്റി പറയുന്നവർ എപ്പോഴും വ്യാകുലപ്പെടാറുള്ളൊരു കാര്യം, ഇന്ത്യയിലെ കണ്ടുപിടുത്തങ്ങൾ 19-ാം നൂറ്റാണ്ടോടുകൂടി ശങ്കരവർമ്മനോടുകൂടി ഇന്ത്യയിലെ കണ്ടുപിടുത്തങ്ങളൊക്കെ തന്നെ അസ്തമിച്ചു പോയി എന്ന് വ്യാകുലപ്പെടാറുണ്ട്. ഒരിക്കലും അത്തരക്കാർ എന്തുകൊണ്ടാണ് സ്വല്പമെങ്കിലും ചില കണ്ടുപിടുത്തത്തിൻ്റെ ലാഞ്ചന ഉണ്ടായിരുന്ന, ചില അന്വേഷണ ബുദ്ധിയോടുകൂടി മുന്നോട്ട് പോയിരുന്ന ഒരു പാരമ്പര്യം സമ്പൂർണ്ണമായി ഇന്ത്യയിൽ തമസ്കരിക്കപ്പെടാൻ മുഖ്യമായ കാരണം കേരളത്തിലെ ജാതി വ്യവസ്ഥയായിരുന്നു എന്നുള്ള കാര്യം പലരും പറയാറില്ല. ഈ ജാതി വ്യവസ്ഥയാണ് ഇന്ത്യയിലെ ശാസ്ത്ര പാരമ്പര്യത്തെ സമ്പൂർണ്ണമായി തമസ്കരിക്കുന്നതിന് ഇടയാക്കിയത്. മറ്റൊരു കാര്യം, ഇത് വിജ്ഞാനം സംസ്കൃതവൽക്കരിക്കപ്പെട്ടതോടുകൂടി, ഉദാഹരണം കേരളത്തിൽ നിരവധി ഗ്രന്ഥങ്ങൾ ഉടലെടുക്കുന്നുണ്ടല്ലോ. ആര്യഭടീയത്തിന് തന്നെ നിരവധി വ്യാഖ്യാനങ്ങൾ കേരളത്തിലുണ്ടാകുന്നുണ്ട്. യുക്തിഭാഷയുള്ള ഭാഷ പോലെയുള്ള ഗ്രന്ഥങ്ങൾ മലയാളത്തിൽ രചിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ രചിക്കപ്പെടുമ്പോൾ പോലും നാടോടി വാമൊഴി പാരമ്പര്യത്തിലുണ്ടായിരുന്ന കീഴാള ജനവിഭാഗങ്ങൾ കൊണ്ടു നടന്നിരുന്ന വിജ്ഞാന പാരമ്പര്യത്തെ രണ്ടാംകിട എന്ന് കരുതി എന്നുള്ളതാണ് ഇന്ത്യയിലെ ബൃഹത് പാരമ്പര്യം ചെയ്ത ഒരു വലിയ തെറ്റായിട്ട് നാം കാണേണ്ടത്. ഉദാഹരണത്തിന് ലക്ഷദ്വീപിൽ മലയാളത്തിൽ എഴുതപ്പെട്ട ഒരു ശാസ്ത്രഗ്രന്ഥമുണ്ട്, റഹ്മാനി എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര്, റഹ്മാനി. ഇത് മുക്കുവന്മാർ കടലിൽ പോകുന്ന സമയത്ത് എങ്ങനെ ദിശ അറിയുന്നതിന് വേണ്ടി കണ്ടുപിടുത്തങ്ങൾ നടത്തി ഗ്രന്ഥരൂപത്തിൽ എഴുതപ്പെട്ട, അല്ലെങ്കിൽ വാമൊഴി വഴക്കത്തിൽ നിലനിന്നിരുന്നൊരു ഗ്രന്ഥമാണ് ലക്ഷദ്വീപിലെ റഹ്മാനി എന്ന് പറയുന്ന ഗ്രന്ഥം. ഒരു കപ്പൽ യാത്രയുടെ ഒരു പൊതുയാത്രാ വിവരണം നമുക്ക് ഈ റഹ്മാനി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം. ഞാനത് ഒരു ശ്ലോകം ഉദ്ധരിക്കാം. കൈവച്ച് നീർവാർത്ത് കാറ്ററിന്ത് കാർമഴയ്ക്ക് മെയ്വെച്ച് പായ്മേൽ വിളിയമർത്തി മാതാവിരാങ്കൾക്കും മരക്കലോട്ടം എല്ലാവർക്കും എന്ന ഗ്രന്ഥത്തിലെ ഒരു ഇത്, അതായത് കപ്പലോട്ടത്തെ പറ്റിയുള്ള സൂചനകളാണ്. അപ്പോൾ ധ്രുവനക്ഷത്രത്തെ ഈ ഗ്രന്ഥത്തിൽ കൗ എന്നാണ് വിളിക്കുന്നത്. കൗ ഇംഗ്ലീഷിലുള്ള പശു എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ, കൗ എന്നാണ് ധ്രുവനക്ഷത്രത്തെ വിളിക്കുന്നത്. അപ്പോൾ ധ്രുവനക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദിശ കണ്ടുപിടിക്കുന്ന ഒരു പാരമ്പര്യം ഈ റഹ്മാനി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ചക്രവാളത്തിൽ നിന്നും ഈ കൗവിനുള്ള പൊക്കം നിർണ്ണയിക്കുക, അതുപോലെ തന്നെ ഈ ഗ്രന്ഥത്തിൽ ശ്രീലങ്കയിൽ നിന്നും ഉള്ള ദൂരത്തെ പറ്റിയുള്ള സൂചനകൾ കാണാം. കന്യാകുമാരിയിലേക്കുള്ള സഞ്ചാരവും ദൂരവും കണ്ടെത്തുന്നതിനെ പറ്റിയുള്ള പരാമർശങ്ങൾ കാണാം. ഉദാഹരണം, ഇളനാട് വിട്ട് കുമാരി അളവ് ഒരനില മയക്ക് അസ്തമനത്താൽ കിടക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സൂക്ഷ്മജ്ഞാനത്തെ അറിയുന്ന ചില നിരീക്ഷണങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നു, അത് മലയാളത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ ശാസ്ത്ര പാരമ്പര്യം പറയുമ്പോൾ ഇത്തരം പാരമ്പര്യം ഒന്നും തന്നെ പറയാതിരിക്കുകയും സംസ്കൃതത്തിലുള്ള ചില ഗ്രന്ഥങ്ങൾ മാത്രം ഉദ്ധരിച്ച് അതാണ് ഇന്ത്യയുടെ ശാസ്ത്ര പാരമ്പര്യം എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വലിയ ശ്രമം ആധുനിക കാലഘട്ടത്തിൽ നടന്നു വരുന്നുണ്ട്. അത് പുനഃപരിശോധിക്കേണ്ടതാണ് എന്ന് ആവശ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു ഗ്രന്ഥത്തെ ഇവിടെ ഉദ്ധരിച്ചത്. അതുപോലെ തന്നെ കന്യാകുമാരിയിൽ നിന്നും തെക്കൻ കൊല്ലത്തേക്കുള്ള ഒരു യാത്രയെപ്പറ്റിയും അതിൻ്റെ ദൂരത്തെപ്പറ്റിയുള്ള സൂചനകൾ കാണാം. കുമരി വിട്ട് തെങ്കൊല്ലം അളവ് അരനിലം കാസൽ അസ്തമാനം ഒരു ശാമം മേലെ കിടക്കും എന്നാ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത്. അതായത് കുമരിയിൽ നിന്ന്, കന്യാകുമാരിയിൽ നിന്ന് തെങ്കൊല്ലത്തേക്കുള്ള അകലം അരനിലം, അതായത് 50 നാഴിക. കാസൽ നക്ഷത്രത്തിൻ്റെ അസ്തമാന ദിശയിൽ കൂടെ വേണം സഞ്ചരിക്കാൻ. കുമരി വിട്ട് ഒരു ശാമം പടിഞ്ഞാറ് മാറിയാണ് കൊല്ലം. ശാമം എന്ന് പറഞ്ഞത് ഇവിടെ യാമത്തെയാണ്. ഇങ്ങനെ
ഇത് മാത്രമല്ല, മുംബൈയിലേക്കുള്ള ദൂരത്തെപ്പറ്റിയുള്ള സഞ്ചാരത്തെപ്പറ്റി, അതിൻ്റെ ദൂരത്തെപ്പറ്റിയുള്ള സൂചനകളും ഈ ഗ്രന്ഥത്തിൽ കാണാം. തെങ്കൊല്ലം വിട്ട് മായമ്പി അളവ് 7 നിലം നശിയോ ഈരാനിൽ കിടക്കും. അപ്പം ഈ മായമ്പി എന്ന് പറയുന്നത് മുംബൈയാണ്. മായമ്പി എന്ന് ഈ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്ന മുംബൈയാണ്. ഈരാൻ എന്ന് പറഞ്ഞത് പടിഞ്ഞാറ് ദിശയാണ്. ഇതുകൂടാതെ നക്ഷത്രത്തെ പറ്റിയുള്ള സൂചനകളും ഈ റഹ്മാനി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. മുതൽ നാൾ അറിവിൽ കുതിരത്തല, ഭരണി 3 അടുപ്പ് വെച്ചളവേ, കാർത്തിക 15 ഏറ്റമരികെ, രോഹിണി ഉരിച്ചായൽ പോലെ, മകരേം 3 മാൻതല പോലെ, അത് 3 തേങ്ങാ കണ്ണുപോലെ. അപ്പോൾ നക്ഷത്രങ്ങളെ പറ്റിയുള്ള ചില സൂചനകളും ആ നക്ഷത്രങ്ങളുടെ ആകൃതിയെപ്പറ്റിയും അവരുടെ സങ്കല്പവും വ്യവഹാരങ്ങളും ഒക്കെ തന്നെ ഈ റഹ്മാനി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സൂചന അശ ഓതി ഉച്ചയ്ക്ക് താനെന്നാണ്, കർക്കടകത്തിൽ 2:15. ഇങ്ങനെ നിരവധി ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, ചില സൂചനകൾ നൽകിയെന്ന് മാത്രം. ഇത് പറയാൻ കാരണം, ഇത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന നാടോടി വാമൊഴി വഴക്കത്തിലോ പ്രാദേശിക ജനവിഭാഗങ്ങളോ കൈകാര്യം ചെയ്തിരുന്ന ശാസ്ത്ര പാരമ്പര്യത്തെപ്പറ്റി ഗൗരവമായി നാം സമീപിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. ഇതുകൂടാതെ തിരുപ്പുലിയൂർ ഗ്രന്ഥവരി, തിരുവല്ല ഗ്രന്ഥവരി മുതലായ ഗ്രന്ഥവരികളിൽ ഒരുപാട് അളവ് തൂക്കങ്ങളെ പറ്റിയുള്ള പരാമർശങ്ങൾ കാണാം. ഇതെല്ലാം മധ്യകാലത്ത് 14-ാം നൂറ്റാണ്ട് മുതൽ 16-17 നൂറ്റാണ്ടുകൾ വരെ എഴുതപ്പെട്ടിരുന്ന ഗ്രന്ഥവരികളാണ്. ഈ ഗ്രന്ഥവരികളിൽ അന്നത്തെ കാലത്ത് കേരളത്തിലെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന അളവ് തൂക്കങ്ങളെ പറ്റിയുള്ള പരാമർശങ്ങളാണ്. ഇന്ന് ആധുനിക കാലത്ത് നിരവധി വിദേശീയ പണ്ഡിതന്മാർ ഈ ഇത്തരം സൂക്ഷ്മാലോചനകളിലേക്കും വെർണാക്കുലറിലുള്ള പ്രാദേശികതയിൽ നിലനിൽക്കുന്ന ശാസ്ത്ര പാരമ്പര്യത്തെപ്പറ്റി ഉള്ള വിപുലമായ അന്വേഷണങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷേ നാം ഇപ്പോഴും അത്തരം അന്വേഷണങ്ങളിലേക്ക് കടക്കാതിരിക്കുകയും നാം ബൃഹത് പാരമ്പര്യത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുകയും ആര്യഭടീയമോ ബ്രഹ്മഗുപ്തൻ്റെ സിദ്ധാന്തമോ കേരളലൂർ നീലകണ്ഠ സോമയാജിയെ പറ്റിയോ ശങ്കരവർമ്മയൊക്കെ പറ്റി പറഞ്ഞ് ഒരുതരം ലഹരിയിൽ ഉന്മാദമനസ്കരായി മഹിതമായ പാരമ്പര്യത്തിൽ ലയിച്ച്, അല്ലെങ്കിൽ തറവാട്ട് പാരമ്പര്യത്തെപ്പറ്റി പറഞ്ഞ് അതിൽ ലയിച്ചിരിക്കാനാണ് പൊതുവെ നാം താല്പര്യപ്പെടാറുള്ളത്. അതിൽ നിന്ന് മാറി പ്രാദേശിക ജനവിഭാഗങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ഈ ശാസ്ത്ര പാരമ്പര്യം നിലനിന്നിരുന്നത് എന്നും, അളവ് തൂക്കങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാകട്ടെ, ജ്യോതിശാസ്ത്രത്തെ പറ്റിയുള്ള കാര്യങ്ങളാകട്ടെ, ഗണിതമാകട്ടെ, ഇത്തരം പാരമ്പര്യങ്ങൾ എങ്ങനെയാണ് സാധാരണക്കാരുടെ ഇടയിൽ നിലനിന്നിരുന്നത് എന്നതിനെ പറ്റിയുള്ള അന്വേഷണങ്ങളിൽ ഇന്ത്യക്കാർ വളരെ പുറകോട്ട് പോയി. ഇന്ന് വിദേശ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അത്തരം പഠനങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഇന്ത്യക്കാർ അത്തരം പഠനങ്ങൾ നടത്തുന്നതിൽ വളരെ പിന്നോക്കമാണ് എന്ന് പറയാതെ നിവർത്തിയില്ല. ഇത് ആദ്യകാലത്ത് കൃഷിക്കോ കന്നുകാലി വളർത്തലിനോ യാഗയജ്ഞാതി കർമ്മ പാരമ്പര്യങ്ങൾക്കോ ഒക്കെ വേണ്ടിയാണ് ജ്യോതിഷം നിലനിന്നിരുന്നത് എന്ന കാര്യം സൂചിപ്പിച്ചു. ഇത് ആദ്യകാലത്ത് കാലാവസ്ഥയെ സംബന്ധിച്ചുള്ള കൃഷി ചെയ്യാൻ ഉത്തമമായ ഒരു സമയം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് ഇത്തരം ഒരു പാരമ്പര്യത്തെ, അല്ലെങ്കിൽ ജ്യോതിശാസ്ത്ര പാരമ്പര്യത്തെ നാം ഇന്ത്യക്കാർ സമീപിച്ചിരുന്നത് എങ്കിൽ, പിന്നീട് സമ്പൂർണമായി ഈ പാരമ്പര്യത്തെ കൈയൊഴിയുകയാണ് ഉണ്ടായത്. ആദ്യകാലത്ത് ചില നിരീക്ഷണങ്ങളൊക്കെ, ചെറിയ ചില സ്ഫുരണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇത് സമ്പൂർണമായൊരു കൃഷി പോലും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട ഒന്നാണെന്ന് ഉള്ള രീതിയിൽ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെടാൻ തുടങ്ങി. കേരളത്തിൽ രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് കാലദീപകം. ഈ കാലദീപകത്തിൽ പറയുന്നത് ഉത്തമമായ മുഹൂർത്തത്തിൽ മാത്രമേ എന്ത് ചെയ്യാവൂ, കൃഷി ചെയ്യാവൂ. വളരെ രസകരമായൊരു കാര്യം, കേരളത്തിൽ നിലനിന്നിരുന്നൊരു കാര്യമാണ്, വിവാഹം കഴിഞ്ഞാൽ ആദ്യ രാത്രിയിൽ, അല്ലെങ്കിൽ ആദ്യ രാത്രി എന്ന് പറയുന്ന സംഗതി ഉണ്ടാകുമ്പോൾ അതെപ്പോഴാണോ, അല്ലെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും എപ്പോഴാണോ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടത് എന്നുപോലും വിധിവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളുള്ള നാടായിരുന്നു ഇന്ത്യ. നമ്മൾ ശാസ്ത്ര പാരമ്പര്യം പറയുമ്പോൾ ഇക്കാര്യം പറയാതെ പോകരുത്. അതിനുള്ള മുഹൂർത്തങ്ങൾ നിർണയിച്ചിരുന്നു. ആ മുഹൂർത്തത്തിൽ മാത്രമേ ഇത് ചെയ്യാവൂ എന്ന് എഴുതപ്പെട്ടിരുന്നു. ഇത് യഥാർത്ഥത്തിൽ ശാസ്ത്ര പാരമ്പര്യത്തിന് ഘടകവിരുദ്ധമായൊരു കാര്യമാണ്. ഇപ്പം സേകം എന്നാണ് അതിന് പറയുന്നത്. സേകം, ആ സേകത്തിന്
സേകത്തെപ്പറ്റി ഒന്ന് വായിക്കാം ഞാൻ. സേകം ദീക്ഷ വിരിച്ചിട്ട് 4-ാം രാത്രിയിൽ ഉത്തമം, 5-ാം രാത്രിയിൽ വർജിക്ക വിധിക്കു പരമാകയാൽ. ഊന്നാൾ മൂലം മകം പറ്റും സേകേ കന്യാം വിവർജയേൽ, പകലും താലിഭാഗത്തിൻ തലേന്നാളും തഥൈവച്ച. ഇങ്ങനെ പോകുന്നുണ്ടത്. അപ്പോൾ ഇതിന് പോലും ഉത്തമമായ ചില സമയങ്ങൾ നിർണയിക്കുകയും ആ സമയത്ത് മാത്രമേ ഇതൊക്കെ ആകാവൂ എന്ന് വിധി എഴുതിയ ഒരു പാരമ്പര്യത്തെയാണ് നാം മഹിതമായ ശാസ്ത്ര പാരമ്പര്യം എന്ന് വിളിക്കുന്നത് എന്ന് നാം മറന്നുകൂടാ. മറ്റൊന്ന്, എപ്പോഴാണ് ചേന നടേണ്ടത്, ചേമ്പ് നടേണ്ടത്, അതിനുമൊക്കെ തന്നെ കൃഷിക്ക് അനുകൂലമായ, കാലാവസ്ഥ അനുകൂലമായ ഒരു സമയത്ത് കൃഷി ചെയ്യുക എന്നുള്ളതിൽ കവിഞ്ഞ് ചില വിധിവിശ്വാസങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുക എന്നുള്ള രീതിശാസ്ത്രം തന്നെ നിലവിൽ വരാൻ തുടങ്ങി. ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് പുറകെ വിശദീകരിക്കാം. ഉദാഹരണത്തിന്, വ്യാഴകേന്ദ്രം വിശേഷിച്ചും വാഴ വെപ്പാൻ ശുഭപ്രദം. അപ്പോൾ അനുകൂലമായ മണ്ണിൽ വാഴ വെക്കുക എന്നുള്ളതല്ല, വ്യാഴകേന്ദ്രം വിശേഷിച്ചും വാഴ വെപ്പാൻ ശുഭപ്രദം. അപ്പോൾ വ്യാഴകേന്ദ്രമൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം എന്ത് വെക്കാൻ, വാഴ വെക്കണമെങ്കിൽ. അതോ മേടം തുലാം വൃശ്ചികവും വാഴ വെപ്പാൻ വിവർജയേൽ, വാഴ വെക്കാൻ മേടവും വൃശ്ചികവും ഒക്കെ ഒഴിവാക്കണം. ഇങ്ങനെ കൃഷിയെപ്പറ്റി പോലും ഒരു വിധുവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാർഷികമായ വ്യവസ്ഥകളെ പോലും അട്ടിമറിക്കുന്ന ഒരു സംഭവമാണ് കേരളത്തിൽ നടന്നു വന്നത്. ഇത് സംഗമഗ്രാമ മാധവനും നീലകണ്ഠ സോമയാജിയും ഒക്കെ കണ്ടുപിടുത്തങ്ങൾ നടത്തി എന്ന് അവകാശപ്പെടുന്ന ഒരു ദേശത്ത് തന്നെയാണ് ഇത്തരം അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞ ഗ്രന്ഥങ്ങൾ ഉണ്ടാകുന്നത്. ഇത്തരം ഗ്രന്ഥങ്ങളെപ്പറ്റി പണ്ഡിതന്മാർ ഒരക്ഷരം മിണ്ടുകയില്ല. മറിച്ച് മറ്റു ചില ഗ്രന്ഥങ്ങളെപ്പറ്റി വാദോരാതെ പറയുകയും ഇത്തരം അന്ധവിശ്വാസങ്ങളും യുക്തിക്ക് ചേരാത്തതുമായ നിരവധി ഗ്രന്ഥങ്ങൾ കേരളത്തിൽ ഉടലെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് തലക്കുളത്തൂർ ഗോവിന്ദ ഭട്ടതിരിയുടെ ഒരു ഗ്രന്ഥമാണ് ദശാധ്യായി. ഈ ദശാധ്യായിയിൽ 1-ാമത്തെ ശ്ലോകം വ്യാഖ്യാനിച്ചുകൊണ്ട് തലക്കുളത്തൂർ ഭട്ടതിരി പറയുന്നത്, ബ്രാഹ്മണൻ മാത്രമാണ് മോക്ഷത്തിന് അധികാരി, ശൂദ്രനോ വൈശ്യനോ മറ്റു ജാതികൾക്കോ ഈശ്വരോപാസനയ്ക്കോ മോക്ഷത്തിന് പോലും യാതൊരു അധികാരവും ഇല്ല എന്ന് തലക്കുളത്തൂർ ഭട്ടതിരിയുടെ ദശാധ്യായിയിൽ വളരെ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പാരമ്പര്യമാണോ? ഇന്ത്യയിൽ ഫലജ്യോതിഷത്തിൻ്റെ കടന്നുകയറ്റം ഉണ്ടാകുന്നത് യവനന്മാരുടെ സ്വാധീനം മൂലമാണ്. ഉദാഹരണത്തിന് വരാഹമിഹിരൻ്റെ ഹോരാജാതകത്തിലുള്ള പല പദങ്ങളും നോക്കിയാൽ അതിനെല്ലാം തന്നെ യവനന്മാരുടെ പദങ്ങളുമായുള്ള സ്വാധീനം സുവ്യക്തമായി കാണാം. ഉദാഹരണത്തിന് ക്രിയ, മേടൻ രാശിയെ സൂചിപ്പിക്കാൻ വേണ്ടി സംസ്കൃതത്തിൽ പറയുന്ന ക്രിയാന്ന, അതിന് ഗ്രീക്കിൽ പറയുന്ന ക്രിയോസ്. അതുപോലെ ഇടവൻ രാശിക്ക് താവുരി എന്ന് പറയും, ഗ്രീസിൽ അത് താവ്രോസ് ആണ്. ഇതുപോലെ ചിങ്ങൻ രാശിക്ക് ലയോൺ എന്നാണ് ഗ്രീക്ക് നാമം, സംസ്കൃതത്തിൽ ലേയ. അപ്പം ഇങ്ങനെ ഡേക്കനാൽ എന്ന് ഗ്രീസ് ഭാഷയിൽ പറയുന്നതാണ്, സംസ്കൃതത്തിൽ ദ്രേക്കാണം. ഇങ്ങനെ ഫലജ്യോതിഷത്തിൻ്റെ സ്വാധീനം ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത് യവനന്മാരുടെ സ്വാധീനത്താലാണ്. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ശാസ്ത്ര പാരമ്പര്യം വളരെ ശക്തമായി നിലനിന്നിരുന്നു എന്നും അത് ആരിൽ നിന്നും ആദാനപ്രദാനങ്ങളിലൂടെ ഉള്ള ഒന്നല്ലെന്നും ഇന്ത്യയിൽ തനിയെ മുട്ടിട്ട് മുളച്ചു പൊന്തിയതാണ് എന്നുള്ളൊരു വാദഗതിയാണ് പൊതുവെ ഹിന്ദുത്വവാദികൾ പറയാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് വേദങ്ങളിലെ ശാസ്ത്രദീപ്തി എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ M.R. രാജേഷ് പറഞ്ഞു വെക്കുന്നത് ഈ ഒരു സിദ്ധാന്തമാണ്. പരിശോധിച്ചാൽ അറിയാം, ബാബിലോണിയയിൽ നിന്നും ഈജിപ്തിൽ നിന്നും മെസപ്പൊട്ടോമിയയിൽ നിന്നും ചൈനയിൽ നിന്നുമൊക്കെയുള്ള കണ്ടുപിടുത്തങ്ങളുടെ വരവ് കേരളത്തിലേക്കുണ്ടായിരുന്നു. ഇതുകൂടി സ്വീകരിച്ചാണ് കേരളത്തിലും ഇന്ത്യയുടെ പൊതു പശ്ചാത്തലത്തിലും ഒക്കെ തന്നെ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ, സായൻസികമായ സ്ഫുരണങ്ങളുള്ള ചില ഗ്രന്ഥങ്ങൾ രചിക്കപ്പെടുന്നത്. മറിച്ച് ഇത് ഇന്ത്യയുടെ തനതായ ശാസ്ത്ര നേട്ടങ്ങളാണ് എന്ന് വരുത്തി തീർക്കുന്നത് ഒരു പ്രത്യേകമായ ദേശരാഷ്ട്രത്തെ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ഈ തനതായ ദേശരാഷ്ട്ര നിർമ്മാണമാകട്ടെ ഹിന്ദുത്വവാദികൾ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്ന അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന സങ്കല്പമാണ് എന്ന് നാം അറിയണം. ആര്യഭടനോ ബ്രഹ്മഗുപ്തനോ ഒക്കെ തന്നെ അല്പം ചില
ശാസ്ത്രീയ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വച്ചിരുന്നത് എങ്കിൽ തന്നെയും വരാഹമിഹിരനെ പോലെയുള്ള ആചാര്യന്മാർ ഇതിനെ സമ്പൂർണമായി തമസ്കരിക്കുന്ന രീതിയിലുള്ള രചനകളാണ് നിർവഹിച്ചത്. ഉദാഹരണത്തിന് അദ്ദേഹം പറയുന്നത്, ദൈവജ്ഞനെ പൂജിക്കാത്ത രാജാവ് നാശം പ്രാപിക്കുമെന്ന. ദൈവജ്ഞനെന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവജ്ഞനെന്ന് പറഞ്ഞാൽ പുരോഹിതനാണ്. അനുകൂലമായ മുഹൂർത്തവും ശുഭാശുഭ രാശികളും നിർണയിക്കുന്ന ഒരു കർമ്മിയാണ് പുരോഹിതൻ. അപ്പോൾ അദ്ദേഹം വരാഹമിഹിരൻ പറയുന്നൊരു കാര്യം, ദൈവജ്ഞനെ പൂജിക്കാത്ത രാജാവ് നാശം പ്രാപിക്കും. വിളക്കില്ലാത്ത രാത്രി പോലെയും സൂര്യനില്ലാത്ത ആകാശം പോലെയുമാണ് ദൈവജ്ഞനോട് കൂടാത്ത രാജാവിൻ്റെ സ്ഥിതി. ദൈവജ്ഞനില്ലാത്ത ദേശത്ത് താമസിക്കുന്നത് തന്നെ അശുഭകരമാണ് എന്നൊക്കെയുള്ള കാഴ്ചപ്പാടുകളാണ് വരാഹമിഹിരൻ മുന്നോട്ട് വെച്ചത്. ഇതൊക്കെ ആകട്ടെ ഈ വിധിവിശ്വാസങ്ങളെ സായൻസികമായ അവബോധത്തിൽ നിന്നും അത്തരം കണ്ടുപിടുത്തങ്ങളിൽ നിന്നും സമ്പൂർണമായി പിന്തിരിയുന്ന ഒരു ആലോചനാ രൂപങ്ങളാണ് ഈ വരാഹമിഹിരൻ്റെ ബൃഹജ്ജാതകത്തിലും ഹോരാശാസ്ത്രത്തിലുമൊക്കെ നാം കാണുക. അദ്ദേഹം സൂചിപ്പിക്കുന്നൊരു കാര്യം, ഇത് വിശ്വാസവുമായി സയൻസിനെ ബന്ധപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതായത് സൂര്യബിംബം രൂക്ഷമോ ധവളമോ ആയാൽ ബ്രാഹ്മണർക്കും, രക്തവർണമായാൽ ക്ഷത്രിയർക്കും, പീതവർണമായാൽ വൈശ്യർക്കും, കൃഷ്ണവർണമായാൽ ശൂദ്ര സങ്കരജാതികൾക്കും നാശം സംഭവിക്കും എന്ന. അതായത് ആകാശത്തെ സൂര്യന് നിറവ്യത്യാസം വന്നാൽ ചില ജാതികളിൽപ്പെട്ടവർക്ക് നാശം സംഭവിക്കുമെന്ന് പറയുന്നത് ഏറ്റവും വലിയ അബദ്ധമാണെന്ന് അടിസ്ഥാനപരമായ സയൻസ് പഠിച്ചവർക്ക് പോലും ഇന്ന് വളരെ കൃത്യമായ ബോധ്യമുള്ള കാര്യമാണ്. അതിരിക്കെയാണ് ഇങ്ങനെ സൂര്യനെ ഇങ്ങനെ കണ്ടാൽ ആ ചില ജാതികൾക്ക് നാശം സംഭവിക്കുമെന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, സൂര്യനെ ശ്യാമവർണമായി കാണുന്നത് ഏത് നക്ഷത്രത്തിലാണോ ആ നക്ഷത്രത്തിൽ ജനിച്ച രാജാവിന് നാശമുണ്ടാകും. ഇങ്ങനെ ഫലഭാഗ ചിന്തകൾക്ക്, വിശ്വാസപരമായ ചിന്തകളെ ഊട്ടിയുറപ്പിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ശാസ്ത്രപാരമ്പര്യം എന്ന രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. ഇത്തരം ഉദാഹരണങ്ങൾ ബൃഹത്സംഹിത ആഗമാനം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു കാര്യമാണ്, ഗ്രഹനക്ഷത്രാദികൾക്ക് മനുഷ്യരിൽ സ്വാധീനമുണ്ടാകുമെന്നൊരു സിദ്ധാന്തം ആവിഷ്കരിക്കപ്പെട്ടത്. ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ മനുഷ്യരിൽ സ്വാധീനം ചെലുത്തും. അതിൻ്റെ ഫലമായി മനുഷ്യർക്ക് ശുഭാശുഭ അവസ്ഥകളുണ്ടാകും. കേരളത്തിലുള്ളവർക്ക്, ഇന്ത്യക്കാർക്ക് ആകമാനമല്ല, കേരളത്തിലുള്ളവരെ വിശേഷിച്ച് ബുദ്ധിമുട്ടിക്കുന്ന ചൊവ്വാദോഷം, സ്ത്രീകളുടെ കല്യാണം മുടക്കുന്ന ചൊവ്വ, കേരളത്തിലെ യുവതികൾക്ക് വിശേഷിച്ചും കല്യാണം മുടക്കുന്ന ഒരു ക്രൂരനായ ഗ്രഹമായി ചൊവ്വ മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ എൻജിനീയറിംഗ് ബിരുദവും ബിരുദാനന്തര ബിരുദവുമുള്ള യുവതികൾ വിശ്വസിക്കുന്നത് എൻ്റെ കല്യാണം മുടക്കുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ എന്നാണ്. മെഡിസിനിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും അതിൻ്റെ അപ്പുറത്ത് PhD ഉണ്ടെങ്കിൽ അതും കൈവരിച്ച യുവാക്കൾ വിശ്വസിക്കുന്നത് ചൊവ്വ എൻ്റെ കല്യാണം മുടക്കുന്നു എന്നാണ്. ഇതിൻ്റെ ആധാരം എന്ന് പറയുന്നത് വേറെങ്ങും തേടിപ്പോകേണ്ട ആവശ്യമില്ല. പ്രാചീന ഇന്ത്യയുടെ സംസ്കാരത്തിൽ ആകമാനം ഇങ്ങനെയൊരു പാരമ്പര്യമാണ് നിലനിന്നിരുന്നത്. അല്ലാതെ പുതിയതായി ഉടലെടുത്തതോ ഇന്ത്യയിലെ യുവാക്കൾ പുതുതായി ഏതെങ്കിലും വിപരീതത്തിൽ ചെന്നുപെട്ടതോ അല്ല. മറിച്ച് ഇന്ത്യയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ വിശ്വാസ മതകേന്ദ്രിതമായ ആചാര അനുഷ്ഠാനങ്ങളിൽ അടിയുറച്ച രീതിയിലും അതുമായി ബന്ധപ്പെട്ട സായൻസിക ബോധത്തിലുമാണ് ഇന്ത്യ നിലനിന്നിരുന്നത്. മറിച്ച് ഇന്ത്യയിൽ നിന്നും ശാസ്ത്ര പാരമ്പര്യത്തെ വേർതിരിച്ചെടുക്കുകയും മറ്റു ചില വിശ്വാസം എന്ന് പറയുന്ന വേറെ ചിലതായിരുന്നു, ഇതുമായിട്ടൊന്നും ബന്ധപ്പെട്ടതായിരുന്നില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ചില ശ്രമങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ആ ശ്രമം പാടെ പരാജയമാണ്. കാരണം ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും എല്ലാം തന്നെ ഇഴപിരിഞ്ഞാണ് കിടന്നിരുന്നത്. ഇപ്പോൾ സൂചിപ്പിക്കപ്പെട്ടല്ലോ രാവിലെ, ഇന്ത്യയിൽ പ്ലാസ്റ്റിക് സർജറിയുടെ കണ്ടുപിടുത്തം ഉണ്ടായിരുന്നു എന്ന. ചരകസംഹിതയും സുശ്രുത സംഹിതയൊക്കെ ഉദ്ധരിച്ചിട്ടാണ് ഇന്ത്യയിൽ പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം. നമുക്ക് ചരകസംഹിത പരിശോധിച്ചാൽ അറിയാം. വിഷചികിത്സയെ പറ്റിയുള്ള ചില പരാമർശങ്ങൾ ചരകസംഹിതയിൽ കാണാം. ചരകസംഹിതയിൽ എഴുതിയിരിക്കുന്നത് വിഷം ഇറങ്ങണമെങ്കിൽ പാമ്പ് കടിച്ചാൽ മന്ത്രം ജപിക്കണമെന്ന്.
മന്ത്രം ജപിച്ചാൽ വിഷമിറങ്ങും. ആ മന്ത്രങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു ചരകസംഹിതയിൽ. ഇന്നാരെങ്കിലും മന്ത്രം ജപിച്ച് പാമ്പ് കടിച്ചാൽ വിഷമിറക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഏതായാലും അതിന് യാതൊരു സാധ്യതയുമില്ല. എന്നാൽ അത്തരം ഒരു പാരമ്പര്യം ഇന്ത്യയിൽ നിലനിന്നിരുന്നു ഒരു കാലം വരെ. പാമ്പ് കടിച്ചാൽ ചെയ്യുന്ന പരിപാടി വിഷചികിത്സകൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വിഷക്കല്ലോ ഒക്കെ പിടിപ്പിച്ച് രോഗം മാറ്റുന്ന ഒരു പരിപാടി നിലനിന്നിരുന്നു. കേരളത്തിൽ തന്ത്രസാര സംഗ്രഹം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം തന്നെ വിഷചികിത്സയ്ക്കായി എഴുതപ്പെട്ടിരുന്നു. ഗാരുഡതന്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥപാരമ്പര്യം ഇന്ത്യയിൽ നിലനിന്നിരുന്നു. ഈ ഗാരുഡതന്ത്രത്തിൽ പറയുന്നത് എന്താണ്? ഒരു സാധകൻ ഗരുഡനെ ഉപാസിക്കുക, ഗരുഡനെ ഉപാസിച്ച് ഗരുഡനായി മാറുക, എന്നിട്ട് പാമ്പ് കടിച്ച് ആരെങ്കിലും വരുമ്പോൾ താൻ ഗരുഡനാണെന്ന് സങ്കല്പിച്ച് പാമ്പ് കടിച്ച് വരുന്ന ആളെ സ്പർശിക്കുക, വിഷം താനേ ഇറങ്ങിപ്പോകും. ഇങ്ങനെയുള്ള വിശ്വാസമാണ് ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. വിഷം ഇറക്കാൻ ഗരുഡമന്ത്രോപാസന ചെയ്താൽ മതി എന്ന് വിശ്വസിച്ചിരുന്ന, ഇപ്പോഴും പാമ്പ് കടിച്ചാൽ മലപ്പുറത്തെ ഗരുഡൻകാവിലേക്ക് ഓടിപ്പോകുന്ന ഒരു ഗോത്ര സമൂഹമായി നാം ഇപ്പോഴും നിലനിൽക്കുകയാണ്. കൂടാതെ ആശുപത്രിയിൽ പോയി ചികിത്സ ചെയ്ത് രോഗം മാറിയാലും ദൈവാനുഗ്രഹത്തിൻ്റെ പരിസ്ഫൂർത്തിയിലാണ് ഈ രോഗശമനം ഉണ്ടായത് എന്ന് കഠിനമായി നാം വിശ്വസിക്കുകയും ചെയ്യും. കേരളത്തിൻ്റെ ചില ജ്യോതിശാസ്ത്ര പാരമ്പര്യത്തെ പറ്റിയും ഈ പറയുന്ന വിശ്വാസ മത പൗരോഹിത്യ ബാന്ധവത്തെ പറ്റിയും കൂടി സൂചിപ്പിക്കണമെന്ന് കരുതുന്നുണ്ട്. കേരളത്തിൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പയ്യുടെ വില കണ്ടെത്തിയ 3.1 എത്രയാണ് പയ്യുടെ വില? ഉറപ്പാണോ? അപ്പോൾ ഇതിനോടടുത്ത് നിൽക്കുന്ന ചില മൂല്യാങ്കനം കേരളത്തിലെ ജ്യോതിശാസ്ത്രകാരന്മാർ അത്തരം പയ്യുടെ വില കണ്ടെത്തുന്നതിനെ പറ്റിയും ചന്ദ്രഗ്രഹണത്തെ പറ്റിയും സൂര്യഗ്രഹണത്തെ പറ്റിയും അതിൻ്റെ ഗോളത്തിൻ്റെ വ്യാസത്തെ പറ്റിയൊക്കെയുള്ള ചില ആലോചനകൾ കേരളത്തിലെ പണ്ഡിതന്മാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെയാണ് മധ്യകാലഘട്ടത്തിൽ ജ്യോതിഷ ഗ്രന്ഥങ്ങൾ ധാരാളമായി ഉടലെടുക്കുന്നത്. നമ്മൾ ഈ വൈപരീത്യം കാണാതെ പോകരുത്. ഒരേ സമയത്ത് തന്നെ കണ്ടുപിടുത്തങ്ങൾ എന്ന് പറയുന്ന വിജ്ഞാന പാരമ്പര്യത്തിൻ്റെ ഒരു ഗ്രന്ഥങ്ങൾ ഉണ്ടാകുന്ന അതേ സമയത്ത് തന്നെ അതിനോട് ചേർന്ന് മതവിശ്വാസങ്ങളെയും പൗരോഹിത്യത്തെയും വർണ്ണധർമ്മത്തെയും ജാതി വ്യവസ്ഥയെയും ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ള ജ്യോതിഷ ഗ്രന്ഥങ്ങളും ഇന്ത്യയിലും കേരളത്തിലും ആകമാനം എഴുതപ്പെടുന്നുണ്ട്. ഇത് നാം കാണാതെ, ഈ പൊതു പശ്ചാത്തലവും ചരിത്രവും പഠിക്കാതെ കേവലം വിജ്ഞാന പാരമ്പര്യത്തിലേക്ക് മാത്രം ഒളികണ്ണിട്ട് നോക്കിയാൽ നാം എത്തിച്ചേരുന്ന നിഗമനം വല്ലാത്ത ഒന്നായിരിക്കും. കേരളത്തിൽ നിരവധി ഫലജ്യോതിഷ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെടുന്നുണ്ട്. കൃഷ്ണീയം, പ്രശ്നമാർഗം, ഹോരാഫല രത്നാവലി, പ്രശ്നാനുഷ്ഠാനം, ഇങ്ങനെ 100 കണക്കായ ജ്യോതിഷ ഗ്രന്ഥങ്ങൾ. നാം വിജ്ഞാന പാരമ്പര്യത്തെ പറ്റി പറയുമ്പോൾ ഇങ്ങനെ ചില 100 കണക്കായ ഗ്രന്ഥങ്ങളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും ഈ വിധിവിശ്വാസത്തെയും മതാനുഷ്ഠാനങ്ങളെയും ഒക്കെ ഊട്ടിയുറപ്പിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട് എന്നുള്ള കാര്യം നാം പലപ്പോഴും മറന്നു പോകാറുണ്ട്. ഉദാഹരണത്തിന് ഇതിനെപ്പറ്റി പറയുമ്പോൾ തന്ത്രപാരമ്പര്യത്തെ പറ്റിയും കൂടി പറയണമെന്ന് തോന്നുന്നു. അപ്പോൾ ക്ഷേത്രങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ, അടുത്ത് പരിചയിച്ചിട്ടുണ്ടാവും. ഒരു പ്രതിഷ്ഠ ചെയ്യുന്നതിന് ചില ശുഭമുഹൂർത്തങ്ങൾ കണ്ടെത്തുക, ആ മുഹൂർത്തം അനുസരിച്ച് പ്രതിഷ്ഠ നടത്തുക, ഇങ്ങനെയൊക്കെയുള്ളൊരു പാരമ്പര്യം നിലനിന്നിരുന്നു. അപ്പോൾ ആദ്യകാലത്ത് തന്ത്രപാരമ്പര്യത്തിൽ ആകമാനം പരിശോധിച്ചാൽ അറിയാം, ഇങ്ങനെ ഏതെങ്കിലും ഒരു ജ്യോത്സ്യനെ വിളിച്ചു വരുത്തിയോ മുഹൂർത്ത വിജ്ഞാനിയെ വിളിച്ചു വരുത്തിയോ പ്രശ്നം നോക്കിയോ പ്രതിഷ്ഠ നടത്തുന്നൊരു പരിപാടി ആഗമതന്ത്ര പാരമ്പര്യത്തിൽ പൊതുവായി നിലനിന്നിരുന്നില്ല. മറിച്ച് തന്ത്രിക്ക് ഉചിതമെന്ന് തോന്നുന്ന ഒരു സമയത്ത് പ്രതിഷ്ഠ നടത്തുന്ന ഒരു ചിന്താ പാരമ്പര്യമാണ് നിലനിന്നിരുന്നത്. എന്നാൽ മധ്യകാലത്തോടുകൂടി ഏതാണ്ട് തന്ത്രസമുച്ചയം 15-ാം നൂറ്റാണ്ടിൽ തന്ത്രസമുച്ചയത്തിൻ്റെ രചനയോടുകൂടി ഒരു മുഹൂർത്ത വിജ്ഞാനി കടന്നു വരികയും ആ മുഹൂർത്ത വിജ്ഞാനിയുടെ കൈകടത്തലോടുകൂടി മാത്രമേ പ്രതിഷ്ഠ മുതലായ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ന നിലയ്ക്കുള്ള വിധിവിശ്വാസങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി.
ഇതാകട്ടെ ഒരു ഉത്തമ മുഹൂർത്തത്തിൽ ചെയ്യാത്ത കർമ്മങ്ങളെല്ലാം പാപത്തിലും അശുഭത്വത്തിലുമാണ് ചെന്ന് കലാശിക്കുക എന്നൊരു വിശ്വാസം ഉടലെടുക്കാനും, അങ്ങനെ ഏതെങ്കിലും പാപസമയത്ത് അശുഭ സമയത്ത് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പരിഹാരമായി ചില പ്രായശ്ചിത്തങ്ങൾ ചെയ്യണം. അതെന്തൊക്കെയാണ്? അത് ബ്രാഹ്മണന് ദാനം കൊടുക്കുക, ബ്രാഹ്മണന് വസ്ത്രം കൊടുക്കുക, ബ്രാഹ്മണന് ദക്ഷിണ കൊടുക്കുക, പുരോഹിതരെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുക. ഈ നിലയ്ക്ക് പൗരോഹിത്യത്തെ പ്രീതിപ്പെടുത്തുന്ന ചില ആചാരാനുഷ്ഠാനങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുഹൂർത്ത പദവി എന്ന് പറയുന്ന കേരളത്തിലുണ്ടായ ഒരു ഗ്രന്ഥം. പിന്നീടാണ് നാം കാണുന്ന ദേവപ്രശ്നം. ദേവപ്രശ്നം പൊതുവെ എല്ലാവർക്കും പരിചിതമായ ഒന്നായിരിക്കുമെന്ന് തോന്നുന്നു. ശബരിമല പോലെയുള്ള ക്ഷേത്രങ്ങളിൽ ദേവപ്രശ്നം നടക്കാറുണ്ട്. ശബരിമലയിലും ഗുരുവായൂരിലും ഒക്കെ തന്നെ 10-12 വർഷം കൂടുമ്പോഴോ അത്യാവശ്യ ഘട്ടത്തിലോ ഒക്കെ തന്നെ ദേവപ്രശ്നം നടത്താറുണ്ട്. ഈ ദേവപ്രശ്നം എന്ന് പറയുന്ന ഒരു പരിപാടി ഇന്ത്യയിൽ ആകമാനം പരിശോധിച്ചാൽ, ഇന്ത്യയുടെ ജ്യോതിഷ പാരമ്പര്യത്തെപ്പറ്റി പരിശോധിച്ചാൽ അറിയാം, അങ്ങനെ ഒരു പാരമ്പര്യം ഇന്ത്യയിൽ ആകമാനം ഉണ്ടായിരുന്നില്ല. ഇത് കേരളത്തിൻ്റെ മാത്രം സവിശേഷമായ ഒരു കണ്ടുപിടുത്തമായിരുന്നു ദേവപ്രശ്നം എന്നത്. ഈ ദേവപ്രശ്നത്തിലൂടെ പൗരോഹിത്യത്തെ സഹായിക്കുന്ന, പൗരോഹിത്യത്തെ ഊട്ടിയുറപ്പിക്കുന്ന പല ആചാരാനുഷ്ഠാനങ്ങളും പുതിയതായി ഉടലെടുത്ത് വരുന്നുണ്ട്. ഇത് ആധുനിക കാലത്ത് പുതിയ സയൻസിൻ്റെ വെളിച്ചത്തിലുള്ള ഘടനാക്രമങ്ങളൊക്കെ ഉപയോഗിച്ചാണ് പഞ്ചാംഗം ഉൾപ്പെടെ ഉപയോഗിച്ച് വരുന്നത്. ആധുനിക കാലഘട്ടത്തിൽ ഈ വിജ്ഞാന പാരമ്പര്യത്തെപ്പറ്റി പറയുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പഴയ രീതി അനുസരിച്ച്, പരഹിത അനുസരിച്ചോ ദൃഗ്ഗണിതം പോലെയുള്ള കേരളത്തിലെ സിസ്റ്റം അനുസരിച്ച് ഇവർ ആരും ഇപ്പോഴും പഞ്ചാംഗം ഗണിക്കാറില്ല. ആധുനിക സയൻസിൻ്റെ കലന ഗണനാ ക്രമങ്ങളാണ് പഞ്ചാംഗത്തിൻ്റെ നിർമ്മിതിയെപ്പോലും ഇപ്പോൾ സ്വാധീനിച്ചിട്ടുള്ളത്. അല്ലാതെ ഇപ്പോഴും നിലവിൽ ജ്യോത്സ്യന്മാരാരും ഇരുന്ന് കണക്ക് കൂട്ടുകയോ ഇന്ന ഗ്രഹം ഇന്നടത്താണ്, ഇന്ന നക്ഷത്രം ഇന്ന സ്ഥലത്ത് നിൽക്കുന്നു എന്ന നിലയ്ക്കുള്ള കണ്ടുപിടുത്തങ്ങളൊന്നും അത് ഇപ്പോൾ ഇവർ നടത്തി വരുന്നേയില്ല. ഒരു കാര്യം കൂടെ സൂചിപ്പിച്ച് ഉപസംഹരിക്കാമെന്നാണ് കരുതുന്നത്. ഈ ശാസ്ത്ര പാരമ്പര്യത്തിൻ്റെ സമ്പൂർണമായ തമസ്കരണത്തിലേക്കും, ഈ കണ്ടുപിടുത്തങ്ങളുടെ സമ്പൂർണമായ തമസ്കരണത്തിലേക്കും അതിൽ നിന്നുള്ള വിച്ഛേദനത്തിനും പ്രധാനമായ കാരണം ഇന്ത്യയിൽ നിലനിന്ന ജാതി വ്യവസ്ഥയാണെന്നുള്ളൊരു കാര്യമാണ് മുഖ്യമായി ഞാൻ ഈ ഭാഷണത്തിൽ മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്മൃതി പാരമ്പര്യമനുസരിച്ച്, ധർമ്മശാസ്ത്ര പാരമ്പര്യമനുസരിച്ച് ജീവിക്കുകയും കീഴാള പിന്നോക്ക ജാതി വിഭാഗങ്ങൾ കണ്ടെത്തിയ ആലോചനാ വിഷയങ്ങളെ, അന്വേഷണങ്ങളെ സംസ്കൃതവൽക്കരിക്കുകയുമാണ് പിൽക്കാലത്ത് ചെയ്തത്. അതിന് കൂടുതൽ തെളിവുകൾ ഇനി ലഭിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ലഭിച്ച റഹ്മാനി പോലുള്ള ഗ്രന്ഥങ്ങൾ ഇത്തരം ചില അന്വേഷണങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുവെന്നും ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ അത്തരം കണ്ടുപിടുത്തങ്ങൾ, ആലോചനാ വിഷയങ്ങൾ പിന്നോക്ക ജാതി വിഭാഗങ്ങളുടെ ഇടയിൽ, സാധാരണ ജനങ്ങളുടെ ഇടയിൽ നിലനിന്നിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രശ്നമാർഗം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം കേരളത്തിൽ രചിക്കപ്പെടുന്നുണ്ട്. ഈ പ്രശ്നമാർഗത്തിൽ പറയുന്നൊരു കാര്യം, ഈ ജന്മത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളുടെയും കാരണം പൂർവജന്മകൃതമായ കർമ്മഫലങ്ങളാണ് നമ്മളുടെ എല്ലാ തരത്തിലുമുള്ള ദുഃഖങ്ങൾക്ക് കാരണം എന്നൊരു സിദ്ധാന്തമാണ് പ്രശ്നമാർഗം മുന്നോട്ട് വെക്കുന്നത്. പ്രശ്നമാർഗത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: സ്വർഗാദ്യ അനുഭവക്ഷീണ ശിഷ്ടപ്രാചീന കർമ്മണാം ഭോഗായ ജനനം തൃണാം മോഹഭാജാം മുഹുർമുഹു സ്വകർമ്മഭോക്തും ജായന്തേ പ്രായേണൈവ ഹി ജന്തവഃ ക്ഷീണേ കർമ്മണി ചാന്യത്ര പുനർഗച്ഛന്തി ദേഹിനഃ. അതായത് കഴിഞ്ഞ ജന്മം ചെയ്ത ശുഭകർമ്മത്തിൻ്റെയോ അശുഭകർമ്മത്തിൻ്റെയോ ഫലമാണ് ഈ ജന്മം അനുഭവിക്കുന്നത് എന്നും ഈ ഗ്രന്ഥം പറഞ്ഞു വെച്ചു. ഇതുകൂടാതെ ഈ പ്രശ്നമാർഗം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ 14-ാം അധ്യായത്തിൽ എഴുതി വച്ചിരിക്കുന്നത്, ചണ്ടാളനോ മറ്റ് കീഴാള ജാതികളോ കാവുകളുടെ അടുത്തുകൂടി പോയാൽ കാവുകൾ അശുദ്ധമാകുമെന്ന് പറയുന്ന ജാതി കേന്ദ്രിതമായ ജാതിവെറിയുടെ വളരെ കടുത്ത ചിന്തകൾ പ്രശ്നമാർഗം മുതലായ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ ലിഖിത രൂപം ആർജിച്ചിട്ടുണ്ട്. ഇത്തരം സിദ്ധാന്തങ്ങളാകട്ടെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളിലേക്ക് അഗാധമായി ഇറങ്ങിച്ചെല്ലുന്നതിൽ നിന്ന് നമ്മെ തടഞ്ഞു. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ശാസ്ത്ര പാരമ്പര്യത്തെ ബഹുജനങ്ങളിലേക്ക് വ്യാപരിക്കുന്നതിൽ നിന്ന് തടയുകയാണ് ഉണ്ടായത്. ഇത് യഥാർത്ഥത്തിൽ
ജാതിയെയും വർണ്ണധർമ്മ വ്യവസ്ഥയെയും ഊട്ടിയുറപ്പിക്കുകയും ശാസ്ത്ര പാരമ്പര്യത്തെ സമ്പൂർണമായി, അല്ല അതൊരു ആലോചനാ വിഷയമായി പോലും വന്നതേയില്ല. അവിടെയും ഇവിടെയും തൊട്ടും തലോടിയും ഗുരുശിഷ്യ പാരമ്പര്യത്തിലൂടെ ചില സംഗമഗ്രാമ മാധവന്മാരോ കേളല്ലൂർ നീലകണ്ഠ സോമയാജിയോ ഉണ്ടായെന്നതിൽ കവിഞ്ഞ് ഇത് ബഹുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഈ ശാസ്ത്ര പാരമ്പര്യം വന്നു ഭവിച്ചില്ല എന്നുള്ളത് ഇന്ത്യ അനുഭവിച്ച വലിയ വിപര്യം. ഇപ്പോഴും ഇന്ത്യ നേരിട്ട് കൊണ്ടിരിക്കുന്ന വലിയ വിപര്യം ഇതാണ്. ഈ ശാസ്ത്രബോധത്തെ ആന്തരികവൽക്കരിക്കപ്പെടാത്ത ഒരു സമൂഹമായി നാം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് റോക്കറ്റ് വിടുമ്പോഴും പ്രക്ഷേപിക്കുമ്പോഴും ഒരു നാരങ്ങ അതിൻ്റെ അറ്റത്ത് കെട്ടണം എന്ന രീതിയിലുള്ള ശാസ്ത്രബോധം. ഗണപതി ഹോമം നടത്തി മാത്രമേ റോക്കറ്റ് വിക്ഷേപിക്കാൻ പാടുള്ളൂ എന്ന തലത്തിൽ നാം എത്തി നിൽക്കുന്നു എന്നത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ശാസ്ത്രബോധത്തിന് വന്ന വലിയ വിപര്യമാണ്. ഇന്നും ഗവൺമെൻറ് സർക്കാർ സ്കൂളുകളിൽ ഉൾപ്പെടെ, അല്ലെങ്കിൽ പൊതുവെ പറഞ്ഞാൽ ഈ സ്കൂളുകളിൽ ഉൾപ്പെടെ നിലനിൽക്കുന്ന ഈശ്വര പ്രാർത്ഥന എന്ന് പറയുന്ന സങ്കേതം നാം സയൻസിനെ ആന്തരികവൽക്കരിക്കാത്ത ഒരു സമൂഹമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. യഥാർത്ഥത്തിൽ നാം ഇന്നും ജീവിക്കുന്നത് ഒരു ഗോത്ര സമൂഹമായി, ജാതി വ്യവസ്ഥകളിൽ പിടിയമർന്ന ഒരു സമൂഹമായി നാം തുടരുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് വർത്തമാനകാല സാഹചര്യങ്ങളിൽ എല്ലാം തെളിയിക്കുന്നത്. ഒരു സുപ്രീം കോടതി വിധി വന്ന സന്ദർഭത്തിൽ പോലും ആ വിധിയെ ആധുനിക മനുഷ്യൻ എന്ന നിലയിൽ സ്വീകരിക്കാതെ ആചാരാനുഷ്ഠാനങ്ങളുടെ പുറകെ പോവുകയും ദേവപ്രശ്നം വെക്കണം എന്ന നിലയ്ക്ക് പുതിയ ചില കാഴ്ചപ്പാടുകൾ ചില ആളുകൾ ഉന്നയിക്കുകയുണ്ടായി. ഇത് തെളിയിക്കുന്നത് നാം ആധുനിക മനുഷ്യനല്ല എന്നും മധ്യകാലത്തെ ജാതി വർണ്ണ ധർമ്മ വ്യവസ്ഥ അനുസരിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ഗോത്ര മനുഷ്യരാണ് ആധുനിക കാലഘട്ടത്തിലും കേരളത്തിൽ ജീവിച്ചിരിക്കുന്നത് എന്നാണ്. ഇത് കേരളത്തിലെ ഫ്യൂഡൽ നാടുവാഴിത്ത വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള ജ്യോതിഷ വ്യവഹാരങ്ങളാണ് കേരളത്തിൽ നിലനിന്നിരുന്നത്. ഇത് കേരളത്തിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിലനിന്ന അനാചാരം അറിയാം. ക്ഷേത്രത്തിൽ ഒരു ഭൂരിഭാഗം ജനങ്ങൾക്കും പ്രവേശിച്ചുകൂടാ. എന്തുകൊണ്ടാണ് അവർക്ക് പ്രവേശിച്ചുകൂടാത്തത്? അവരെല്ലാം അയിത്തക്കാരാണ്, അശുദ്ധരാണ് എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതി കേരളത്തിൽ നിലനിന്നിരുന്നു എന്നതാണ്. ഈ വ്യവസ്ഥിതി നിലനിൽക്കുന്നിടത്തോളം മഹിതമായ പാരമ്പര്യം ഇന്ത്യക്കുണ്ടായിരുന്നു, ഇപ്പോഴും അതുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു കാര്യവും ഇല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആധുനികത മുന്നോട്ട് വെച്ച മൂല്യബോധമോ കാര്യകാരണ വിശകലന ശേഷിയോ എല്ലാം പുറകോട്ടടിക്കുന്ന വിധത്തിലാണ് ഇത്തരം അശാസ്ത്രീയ ചിന്താഗതികളുടെ അതിപ്രസരം സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരേ സമയം അശാസ്ത്രീയ ചിന്തകളുടെയോ കാര്യകാരണ യുക്തിയുള്ള ചിന്തകളോ എല്ലാം സമഗ്രമായി ഇന്ത്യയിലെ ഗ്രന്ഥങ്ങളിൽ സമ്മേളിച്ചിരുന്നു. സർജറിയെ പറ്റി പറയുന്ന ഗ്രന്ഥത്തിൽ തന്നെയാണ് വിഷചികിത്സയ്ക്ക് ഗരുഡ മന്ത്രോപാസനയോ മറ്റു മന്ത്രോപാസനയോ ചെയ്യണമെന്ന് പറയുന്നത്. ഇങ്ങനെ വളരെ വൈരുദ്ധ്യാത്മകമായ തികച്ചും വിപരീത ദ്വന്ദ്വങ്ങളിലിരിക്കുന്ന ആശയങ്ങൾ ഈ ഗ്രന്ഥങ്ങളിലെല്ലാം സമ്മേളിച്ചിരുന്നു. ഒരേ സമയം ശാസ്ത്ര പാരമ്പര്യത്തിൻ്റെ ചില മുഴുമുത്തുകൾ എടുത്തു കാണിക്കാമെങ്കിലും അതേസമയം തന്നെ ഈ ശാസ്ത്ര പാരമ്പര്യം വളരാൻ അനുവദിക്കാത്ത തികഞ്ഞ ജാതിബദ്ധമായ ഒരു സമൂഹം ഇന്ത്യയിൽ നിലനിന്നിരുന്നു എന്ന യാഥാർത്ഥ്യത്തെ അഭിസംബോധന ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല, ഈ ശാസ്ത്ര പാരമ്പര്യത്തെ പോലും വിമർശനാത്മകമായി പരിശോധിക്കാൻ നമുക്ക് സാധ്യമല്ല എന്നുള്ള കാര്യം നാം അറിയേണ്ടതുണ്ട്. മറിച്ച് ശബരിമല വിഷയവും ഇതും കൂടെ ബന്ധപ്പെടുത്തി പറഞ്ഞ് ഉപസംഹരിക്കാമെന്നാണ് കരുതുന്നത്. ഈ ശബരിമല വിഷയം നടക്കുന്ന സന്ദർഭത്തിൽ കേരളം ഒരു നാട്ടുരാജ്യമായി മാറുകയുണ്ടായത്. ഒരു രാജാവുണ്ടായി, മന്ത്രി ഉണ്ടായി വന്നു, പ്രജകളുണ്ടായി, പുരോഹിതനുണ്ടായി വന്നു. നമ്മുടെ ശാസ്ത്ര പാരമ്പര്യവും ശാസ്ത്രീയ നേട്ടങ്ങളും എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഉദ്ധരിക്കപ്പെട്ടില്ല? ആർത്തവം അശുദ്ധിയാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ എന്തുകൊണ്ട് ശാസ്ത്ര പാരമ്പര്യം ഉദ്ധരിക്കപ്പെട്ടില്ല? ആധുനിക ശാസ്ത്രത്തെ പോലും ഉദ്ധരിച്ചുകൊണ്ട് അമേരിക്കയിലെ ഒരു വിദഗ്ധ ആർത്തവം അശുദ്ധിയാണെന്ന് ശാസ്ത്രീയമായി വാദിക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെ വളരെ വിരുദ്ധതന്ത്രങ്ങളിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ഗോത്രീയ മനുഷ്യരാണ് നാം എന്ന കാര്യം വിസ്മരിക്കരുത്. അതുകൊണ്ട് ഇന്ത്യയുടെ ശാസ്ത്ര പാരമ്പര്യത്തെ കേവലം വിവരണാത്മകമായി പരിശോധിക്കുകയോ അത്തരം മഹനീയതകളിൽ ആണ്ട് മുങ്ങി നിവർന്ന്
അതിൽ അഭിരമിക്കുകയോ ചെയ്തിട്ട് കാര്യമില്ല എന്ന് മാത്രമല്ല, നാം ഇത്തരം പാരമ്പര്യങ്ങൾ ഉണ്ടായെന്നിരിക്കെ ആ പാരമ്പര്യങ്ങളിൽ നിന്ന് എങ്ങനെ വിച്ഛേദിക്കപ്പെട്ടു എന്നും അതിൽ നിന്നും വലിയ ജാതിബദ്ധമായ ഒരു ബോധത്തിലേക്ക് എങ്ങനെ നാം ആണ്ടുപോയെന്നും പരിശോധിക്കേണ്ടതുണ്ട്. അത്തരം പരിശോധനകളിലൂടെ മാത്രമേ ഒരു ജനാധിപത്യ സമൂഹമായി നമുക്ക് മാറാനും ആധുനിക മനുഷ്യനായി നമുക്ക് പരിണമിക്കുവാനും സാധ്യമാവുകയുള്ളൂ. അല്ലാതെ കേവലം ഈ പറഞ്ഞ രീതിയിൽ വിഷചികിത്സയുടെ സന്ദർഭത്തിൽ ഗരുഡനെ ഉപാസിക്കുകയും വിദ്യ പ്രദാനം ചെയ്യണമെങ്കിൽ, അതിൽ മുന്നോട്ട് പോകണമെങ്കിൽ സരസ്വതി പൂജ ചെയ്താൽ മാത്രമേ അത്തരം വിജ്ഞാന പാരമ്പര്യം നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്ന രീതിയിലുള്ള തികച്ചും കാര്യകാരണ വിശകലനങ്ങൾക്കോ യുക്തിയുക്ത ചിന്തകൾക്കോ ചേരാത്ത രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ ശാസ്ത്ര പാരമ്പര്യത്തിൽ നിന്നുള്ള ഒരു വിമോചനമാണെന്ന് മാത്രമല്ല, അതിൽ നിന്നുള്ള വിച്ഛേദനവുമാണ്. അതുകൊണ്ട് ഈ ഇന്ത്യയുടെ ശാസ്ത്ര പാരമ്പര്യത്തെപ്പറ്റി പറയുമ്പോൾ ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലവും ഇതുണ്ടായി വന്നത് എങ്ങനെയാണെന്നും ഇതെങ്ങനെയാണ് പിൽക്കാലത്ത് നിലനിന്നതെന്നും ഇതെങ്ങനെയാണ് തമസ്കരിക്കപ്പെട്ടത് എന്നൊക്കെ നാം പരിശോധിക്കേണ്ടതുണ്ട്. അത്തരം പരിശോധനകളിലൂടെ മാത്രമേ സത്യസന്ധമായും വസ്തുനിഷ്ഠമായും ഇതിനെ നമുക്ക് സമീപിക്കാനും വിലയിരുത്താനും സാധ്യമാവുകയുള്ളൂ എന്ന് പറഞ്ഞ് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.